ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് പ്രിലിമിന് മാത്രമുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ മെയിൻസിലോട്ട് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോകും. പക്ഷേ പ്രിലിംസിൽ നമുക്ക് ഇതിനകത്ത് പറയുന്ന ഒട്ടുമിക്ക പോയിന്റുകളും അല്ലെങ്കിൽ കാര്യങ്ങളും നമുക്ക് മെയിൻസിന് പിന്നീട് ആവശ്യമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി നമുക്ക് പ്രിലിംസിനും മെയിൻസിനും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. ആ 5 മാർക്ക് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ISROയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നിർബന്ധമായിട്ടും നമുക്ക് സ്പേസുമായി ബന്ധപ്പെട്ടുണ്ടാവും. നിർബന്ധമായിട്ടും ഒരു ചോദ്യം നമുക്ക് വരിക സ്പേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ സ്പേസ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. അപ്പോൾ ഈ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അല്ലെങ്കിൽ PRL എന്ന് പറയുന്ന സ്ഥാപനം, ഈ സ്ഥാപനം 1947 വർഷം കൃത്യമായിട്ട് ഓർത്തിരുന്നുള്ള, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം 1947 ആദ്യമായിട്ട് ബഹിരാകാശ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും അതിൻ്റെ ഉപഗ്രഹങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് രൂപീകരിക്കപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. 1947 ഇത് അഹമ്മദാബാദ് ആസ്ഥാനമാക്കിയാണ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് പറയുന്ന സ്ഥാപനം ഇത് സ്ഥാപിക്കപ്പെടുന്നത് അഹമ്മദാബാദാണ്. അഹമ്മദാബാദ് അറിയത്തില്ലേ? നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദ്. അപ്പോൾ ഈ ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമാക്കി 1947 ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് പറഞ്ഞൊരു സ്ഥാപനം വന്നു. നമ്മൾ നോക്കുക, നോൺ ആസ് ദി ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ. നോൺ ആസ് ദി ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് പറയാം. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥാപനം എന്ന് പറയുന്നത് PRL ആണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ തൊട്ടിൽ എന്ന് വിളിക്കാം. സ്പേസ് സയൻസിൻ്റെ അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ തൊട്ടിൽ അല്ലെങ്കിൽ കളിത്തൊട്ടിൽ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥാപനം എന്ന് പറയുന്നത് PRL ആണ്. ഈ PRL 1947 ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമാക്കിയാണ് രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമാക്കി എന്തുകൊണ്ട് PRL രൂപീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PRLൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് നമ്മുടെ വിക്രം സാരാഭായിയാണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് സയൻസ് എന്നോ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നോ പറയുന്നത് വിക്രം സാരാഭായി ആണല്ലേ. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്ന വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിലാണ് 1947 അഹമ്മദാബാദ് ആസ്ഥാനമാക്കി PRL എന്ന് പറഞ്ഞൊരു സ്ഥാപനം വരുന്നത്. ഈ PRLനെയാണ് നമ്മൾ ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുക, 1947 വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ PRL രൂപീകരിച്ചു എന്ന് പറഞ്ഞു. ഈ PRLൻ്റെ നിലവിലെ ഡയറക്ടർ എന്ന് പറയുന്നത്, നിലവിൽ PRLൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രൊഫസർ അനിൽ ഭരദ്വാജ് ആണ്. പ്രൊഫസർ അനിൽ ഭരദ്വാജ് ആണ് നിലവിൽ PRLൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണ് PRL ആരംഭിച്ചത്? വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ആദ്യത്തെ സ്ഥാപനമായതുകൊണ്ടാണ് ഇതിനെ ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുക. അപ്പോൾ ഈ PRL രൂപീകരിച്ചതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 1954 ഓഗസ്റ്റ് 3 ഡേറ്റ് ഓർത്ത് വെച്ചോണേ. 1954 ഓഗസ്റ്റ് 3 അടുത്തൊരു സ്ഥാപനം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നു. പക്ഷെ ശ്രദ്ധിക്കണം, ബഹിരാകാശ ഗവേഷണങ്ങളുമായിട്ടോ അല്ലെങ്കിൽ പഠനങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടൊരു സ്ഥാപനമായിട്ടല്ല അത് വരുന്നത്. 1954 ഓഗസ്റ്റ് 3 ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട മറ്റൊരു സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, അല്ലെങ്കിൽ നമ്മൾ ആണവോർജ വകുപ്പ് എന്ന് മലയാളത്തിൽ പറയും, ആണവോർജ വകുപ്പ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ആണവോർജ വകുപ്പ് രൂപീകരിക്കപ്പെടുന്നത് 1954 ഓഗസ്റ്റ് 3 അപ്പോൾ 1954 ഓഗസ്റ്റ് 3 ഒരു പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ ഈ ബഹിരാകാശ ഗവേഷണങ്ങളെക്കുറിച്ച് പറയുമ്പം എന്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ,
ഇന്ത്യയിലെ ബഹിരാകാശ പഠനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നോഡൽ ഏജൻസിയായിട്ട് അല്ലെങ്കിൽ പ്രധാന സ്ഥാപനമായിട്ട് പിന്നീട് പ്രവർത്തിച്ചത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയാണ്. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യമുണ്ടായ സ്ഥാപനം PRL ആണ്. ഈ PRL പോലെയുള്ള ബഹിരാകാശ പഠനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായിട്ടാണ് 1954 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആണവോർജ വകുപ്പിൻ്റെ കീഴിലാണ് ആദ്യകാലത്ത് ബഹിരാകാശ പഠനങ്ങൾ കണ്ടക്ട് ചെയ്തിരുന്നത്. ആണവോർജ വകുപ്പ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നത് 1954 ഓഗസ്റ്റ് 3 അപ്പോൾ ഈ ആണവോർജ വകുപ്പ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 1962 ഓർത്തിരിക്കണം, നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളെ മാത്രം നമ്മൾ പറഞ്ഞു പോരുകയാണ്. 1962 സോ ഫെബ്രുവരി 16 അപ്പോൾ 1962 ഫെബ്രുവരി 16 ഇൻകോസ്പാർ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറഞ്ഞ സ്ഥാപനം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നു. അവിടെ നോക്കുക, അപ്പോൾ 1962 സോ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറയുന്ന ഇൻകോസ്പാർ ഇത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നു. അപ്പം 3 സ്ഥാപനങ്ങളായി. 1947 PRL വന്നു. ദെൻ 1954 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി വന്നു. 1962 ഇൻകോസ്പാർ രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ 1962 ഇൻകോസ്പാർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇൻകോസ്പാർ രൂപീകരിക്കപ്പെടുന്നതും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലാണ്. ഇൻകോസ്പാറിൻ്റെ നിയന്ത്രണവും ആരുടെ കീഴിലായി? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയാണ് ഇൻകോസ്പാറിനെയും നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. എന്തിനു വേണ്ടിയാണ് ഇൻകോസ്പാർ രൂപീകരിക്കപ്പെട്ടത്? ഈ ഇൻകോസ്പാർ രൂപീകരിക്കപ്പെടുന്നത് സ്പേസ് പ്രോഗ്രാം, ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇൻകോസ്പാർ രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ബഹിരാകാശ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും വേണ്ടി ആദ്യം PRL വന്നു. അതിനുശേഷം ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വേണ്ടി തന്നെയാണ് PRLന് ശേഷം ഇൻകോസ്പാർ രൂപീകരിക്കപ്പെടുന്നത്. ഈ ഇൻകോസ്പാർ എന്ന് പറയുന്ന സ്ഥാപനം ഇത് സ്ഥാപിച്ചതും ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നതും വിക്രം സാരാഭായ് തന്നെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു PRLൻ്റെ സ്ഥാപകൻ വിക്രം സാരാഭായിയാണ്. 1947 PRL ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് 1962 ഫെബ്രുവരി 16 നമ്മുടെ ഇൻകോസ്പാർ രൂപീകരിക്കപ്പെടുന്നു. ഈ ഇൻകോസ്പാറിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നതും വിക്രം സാരാഭായിയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് 2 പേരുടെ പേരുകൂടി പറയാം. ഈ വിക്രം സാരാഭായിയുടെ കൂടെ അടുത്തയാളായിട്ട് പറയുന്നത് ഹോമി ജഹാംഗീർ ബാബ, ഹോമി ജെ ബാബ എന്ന് പറയാം. ഹോമി ജഹാംഗീർ ബാബ എന്ന് പറയുന്ന ഹോമി ജെ ബാബ, HJ ബാബ, ഇദ്ദേഹത്തെ ഇവിടെ ഇൻകോസ്പാറിൻ്റെ സ്ഥാപകരിൽ ഒരാളായിട്ട് പറയാറുണ്ട്. അപ്പോൾ ആദ്യം പറയുക വിക്രം സാരാഭായി ആണ്. ഇൻകോസ്പാറിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പേര് വിക്രം സാരാഭായി ആണ്. രണ്ടാമത് നമ്മൾ ഹോമി ജെ ബാബയെ പറയും. ദെൻ ഈ ഹോമി ജെ ബാബയെ എന്തുകൊണ്ടാണ് പറയുകയെന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ നിയന്ത്രണം ഹോമി ജെ ബാബയ്ക്കായിരുന്നു. ഇന്ത്യയിൽ ആണവോർജ വകുപ്പിൻ്റെ തലവനായിരുന്നത് ഹോമി ജെ ബാബയാണ്. ഈ ഹോമി ജെ ബാബ ആണവോർജ വകുപ്പിൻ്റെ തലവനായിരിക്കുമ്പം ഈ ആണവോർജ വകുപ്പിൻ്റെ കീഴിലാണ് ഇൻകോസ്പാർ രൂപീകരിക്കപ്പെടുന്നത് അല്ലേ. അതുകൊണ്ടാണ് ആണവോർജ വകുപ്പിൻ്റെ കീഴിൽ ഇൻകോസ്പാർ വരുന്നത് കൊണ്ടാണ് ഇൻകോസ്പാറിൻ്റെ സ്ഥാപകരായിട്ട് ഹോമി ജെ ബാബയുടെ പേരും പറയുക. അപ്പോൾ 2 പേരുടെ പേരായി, ഒന്ന് വിക്രം സാരാഭായ്, 2 ഹോമി ജെ ബാബ. ഇനി മൂന്നാമതൊരാളുടെ പേര് കൂടി പറയാം. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ ഇൻകോസ്പാറിൻ്റെ സ്ഥാപകരിൽ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഡോക്ടർ രാമനാഥൻ. ഈ 3 പേരും ചേർന്നാണ് എന്ത് രൂപീകരിച്ചത്? ഇൻകോസ്പാർ രൂപീകരിച്ചത്. പക്ഷെ പ്രയോറിറ്റി എപ്പോഴും ആർക്കാ? ഹോമി ജെ ബാബ, വിക്രം സാരാഭായിക്കാണ്. വിക്രം സാരാഭായി കഴിഞ്ഞാൽ രണ്ടാമത് പറയുക ഹോമി ജെ ബാബയാണ്. അതിനുശേഷം മൂന്നാമത്തെ ആളായിട്ടാണ് ഡോക്ടർ രാമനാഥനെ പറയുക. അപ്പോൾ ഈ 3 പേരും ചേർന്നിട്ട് ഇൻകോസ്പാർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറഞ്ഞൊരു സ്ഥാപനം 1962 രൂപീകരിച്ചു അല്ലേ. അപ്പോൾ PRL ഉണ്ടായി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ഉണ്ടായി, അതിനുശേഷം ഇൻകോസ്പാർ എന്ന് പറഞ്ഞൊരു സ്ഥാപനവും രൂപീകരിക്കപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുക. ഈ ഇൻകോസ്പാർ 1962 രൂപീകരിക്കപ്പെടുകയും
തൊട്ടടുത്ത വർഷം 1963 നവംബർ 21 ഡേറ്റ് ഓർത്ത് വെച്ചോണേ. 1963 നവംബർ 21 ടേൾസ് പ്രവർത്തനം ആരംഭിച്ചു. ടേൾസ് എന്നുള്ള പേര് കേട്ട് പരിചയമുണ്ടോ? ടേൾസ് എന്ന് പറഞ്ഞാൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. ഇതിനെയാണ് ടേൾസ് എന്ന് പറയുക. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. ടി ഫോർ തുമ്പ. തുമ്പ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള സ്ഥലമല്ലേ അല്ലേ? അപ്പോൾ ഈ തുമ്പ അവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് ടേൾസ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനം 1963 നവംബർ 21 ആരംഭിക്കുന്നു. ആ പേരിൽ തന്നെയുണ്ട് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. റോക്കറ്റുകളുടെ വിക്ഷേപണത്തിനു വേണ്ടിയാണ് തുമ്പയിൽ 1963 നവംബർ 21 ടേൾസ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ നോക്കുക, ഇൻ തുമ്പ നിയർ തിരുവനന്തപുരം, കേരള, സിറ്റുവേറ്റഡ് നിയർ ജിയോ മാഗ്നറ്റിക് ഇക്വേറ്റർ, ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയോടടുത്ത്. ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയോടടുത്ത് നിൽക്കുന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ടാണ് ടേൾസ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ടേൾസ് രൂപീകരിക്കപ്പെടുന്നു. ഇവിടുന്ന് ഈ 1963 നവംബർ 21 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറഞ്ഞു. ഈ പ്രവർത്തനം തുടങ്ങുന്നത് സൗണ്ടിങ് റോക്കറ്റുകളുടെ വിക്ഷേപണത്തോടു കൂടിയാണ്. സൗണ്ടിങ് റോക്കറ്റ് നമ്മൾ കേട്ട് പരിചയം ഉണ്ടാവും. നൈക്ക് അപ്പാച്ചെ കേട്ട് പരിചയം ഉണ്ടാവും. നൈക്ക് അപ്പാച്ചെ. ഈ നൈക്ക് അപ്പാച്ചെ എന്ന് പറയുന്ന ഒരു സൗണ്ടിങ് റോക്കറ്റ് അപ്പർ അറ്റ്മോസ്ഫറിക് സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന, സോ നമ്മുടെ അന്തരീക്ഷത്തിലെ ഉയർന്ന പാളികളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കപ്പെടുന്ന റോക്കറ്റുകളാണ് നമ്മളെന്ന് പറയുന്നത് സൗണ്ടിങ് റോക്കറ്റ്സ് എന്ന് പറയുക. ഇത്തരം സൗണ്ടിങ് റോക്കറ്റുകളിൽ ഒന്നായിട്ടുള്ള നൈക്ക് അപ്പാച്ചയുടെ വിക്ഷേപണത്തോടു കൂടിയാണ് ടേൾസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ടേൾസ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് പറയുന്ന ടേൾസ് 1963 നവംബർ 21 പ്രവർത്തനം ആരംഭിക്കുന്നു. ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് നൈക്ക് അപ്പാച്ചെ എന്ന് പറഞ്ഞ ഒരു സൗണ്ടിങ് റോക്കറ്റിൻ്റെ വിക്ഷേപണത്തോടു കൂടിയാണ്. പക്ഷേ ഈ വിക്ഷേപണം നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നൈക്ക് അപ്പാച്ചെ എന്ന് പറയുന്നത് ഇന്ത്യൻ സൗണ്ടിങ് റോക്കറ്റ് അല്ല, അമേരിക്കൻ നിർമ്മിത സൗണ്ടിങ് റോക്കറ്റാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അമേരിക്കൻ നിർമ്മിത സൗണ്ടിങ് റോക്കറ്റ് ആണെന്ന് പറയുന്നത് നൈക്ക് അപ്പാച്ചെ. ഈ നൈക്ക് അപ്പാച്ചയുടെ വിക്ഷേപണത്തോടു കൂടിയാണ് ടേൾസ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. സോ നമ്മൾ നോക്കുക, ദ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് ഫെസിലിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഓൺ നവംബർ 21, 1963. അപ്പോൾ 62 എന്തുണ്ടായി? ഇൻകോസ്പാർ ഉണ്ടായി. ഇൻകോസ്പാർ ഉണ്ടായതിന് തൊട്ടടുത്ത വർഷം 63 ആര് രൂപീകരിക്കപ്പെടുന്നത്? ടേൾസ് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ 1963 ടേൾസ് രൂപീകരിക്കപ്പെടുകയും ആ ടേൾസിൽ നിന്നുള്ള ആദ്യത്തെ വിക്ഷേപണം എന്ന് പറയുന്നത് നൈക്ക് അപ്പാച്ചെ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ നിർമ്മിത സൗണ്ടിങ് റോക്കറ്റാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ ഈ ടേൾസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ തുമ്പയിൽ അങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ആദ്യകാലത്ത് ഈ സ്പേസ് പ്രോഗ്രാമുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്പേസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ തുമ്പയിൽ തിരുവനന്തപുരത്ത് ആദ്യകാലത്ത് ബഹിരാകാശ പഠനങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ സ്പേസ് പ്രോഗ്രാംസിൻ്റെ ഒരു ഓഫീസായിട്ട് പ്രവർത്തിച്ചതൊരു പള്ളിയാണ്. ഈ പള്ളിയാണ് മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുക. ഇന്ത്യൻ റോക്കറ്റ് സയൻസിൻ്റെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ പള്ളിയാണ്. ഈ പള്ളിയുടെ പേര് സെൻറ്റ് മേരി മാഗ്ദലീൻ ചർച്ച് എന്നാണ്. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. 1947 PR ഉണ്ടാവുന്നു. സ്ഥാപിച്ചത് വിക്രം സാരാഭായി ആണ്. 1954 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ഉണ്ടാവുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയാണ് ബഹിരാകാശ പഠനങ്ങളുടെ നോഡൽ ഏജൻസിയായിട്ട് പിന്നീട് പ്രവർത്തിച്ചത്. 1962 ഇൻകോസ്പാർ ഉണ്ടാകുന്നു. ഇൻകോസ്പാറിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്ന വിക്രം സാരാഭായി, ഹോമി ജെ ബാബ ആൻഡ് ഡോക്ടർ രാമനാഥൻ. അതിനുശേഷം 1963 നവംബർ 21 തുമ്പയിൽ നിന്ന് ആദ്യത്തെ വിക്ഷേപണത്തോടുകൂടി ടേൾസ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. ആദ്യമായിട്ട് വിക്ഷേപണം നടന്നത് നൈക്ക് അപ്പാച്ചെ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ നിർമ്മിത സൗണ്ടിങ് റോക്കറ്റിനെയാണ്. ദെൻ ആദ്യകാലത്ത് തുമ്പയിൽ ഈ ബഹിരാകാശ ഗവേഷണങ്ങളുടെ മെയിൻ ഓഫീസായിട്ട് പ്രവർത്തിച്ചത് ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ പേര് സെൻറ്റ് മേരി മാഗ്ദലീൻ ചർച്ചാണ്. ഈ സെൻറ്റ് മേരി മാഗ്ദലീൻ ചർച്ചിനെയാണ് മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുക. എങ്ങനെയാണ് വിശേഷിപ്പിക്കണേ? മെക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തുമ്പയാണ്.
ഇനി ഇതുമായിട്ട് കണക്റ്റീവായിട്ട് നമ്മൾ 1-2 കാര്യങ്ങളിലേക്ക് വരുന്നു. സോ 1963 November 21 നമ്മൾ ഓൾറെഡി പറഞ്ഞ ഡേറ്റ് ആണ്. ഈ ഡേറ്റിലാണ് ഫസ്റ്റ് റൗണ്ട് സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ചർ ഫ്രം ടേൾസിൽ നിന്നുള്ള ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപിക്കപ്പെടുന്നത്. ആ സൗണ്ടിങ് റോക്കറ്റിൻ്റെ പ്രത്യേകത നോക്കുക. ടേൾസ് ബിഗിൻ ഇറ്റ്സ് ഓപ്പറേഷൻ വിത്ത് ലോഞ്ച് ഓഫ് നൈക്ക് അപ്പാച്ചെ, എ 2-stage US സൗണ്ടിങ് റോക്കറ്റ്. അമേരിക്കൻ നിർമ്മിത സൗണ്ടിങ് റോക്കറ്റാണ്. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സൗണ്ടിങ് റോക്കറ്റ്സിനെ മേടിച്ച് വിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്തത്. കാലാവസ്ഥാ പഠനങ്ങൾക്കും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്, അറ്റ്മോസ്ഫറിക് സ്റ്റഡീസിനൊക്കെ ആയിട്ട് നമ്മൾ ഈ സൗണ്ടിങ് റോക്കറ്റ്സിനെ ആദ്യകാലങ്ങളിൽ മേടിക്കുകയും അതിനെ വിക്ഷേപിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ സൗണ്ടിങ് റോക്കറ്റുകളെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കാൻ ആരംഭിച്ചു. ഇൻഡിജിനസ്ലി നമ്മളിതിനെ നിർമ്മിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സൗണ്ടിങ് റോക്കറ്റുകളുടെ ഒരു പ്രോഗ്രാം 1975 ആവിഷ്കരിക്കുന്നു. അതായത് ആദ്യകാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ നിർമ്മിത സൗണ്ടിങ് റോക്കറ്റ് ആയിട്ടുള്ള നൈക്ക് അപ്പാച്ചെ ഉണ്ട്, അല്ലേ, സെഞ്ചുർ ഉണ്ട്, M100 എന്ന് പറഞ്ഞൊരു സൗണ്ടിങ് റോക്കറ്റ് ഉണ്ട്. ഇങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് സൗണ്ടിങ് റോക്കറ്റ്സിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു നൈക്ക് അപ്പാച്ചെ, അല്ലേ, സെഞ്ചുർ എന്ന് പറയുന്നതും M100 എന്ന് പറയുന്നതും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മേടിച്ച് വിക്ഷേപിച്ച സൗണ്ടിങ് റോക്കറ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സൗണ്ടിങ് റോക്കറ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇന്ത്യ തദ്ദേശീയമായി ആരംഭിച്ച ഒരു സൗണ്ടിങ് റോക്കറ്റ് പ്രോഗ്രാമിലേക്ക് 1975 സൗണ്ടിങ് റോക്കറ്റുകളെ മൊത്തം ഏകോപിപ്പിച്ചു. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കുറേ സൗണ്ടിങ് റോക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. 1975 എത്തിയപ്പം ഈ സൗണ്ടിങ് റോക്കറ്റുകളെ മൊത്തം ഒറ്റ പദ്ധതിയുടെ കീഴിലേക്ക് മാറ്റി. ആ പദ്ധതിയാണ് RSR പ്രോഗ്രാം എന്ന് പറയുക, രോഹിണി സൗണ്ടിങ് റോക്കറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുക, രോഹിണി സൗണ്ടിങ് റോക്കറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ RSR പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1975 അപ്പോൾ 1975 മുതൽ നമ്മൾ വിക്ഷേപിക്കുന്ന എല്ലാ സൗണ്ടിങ് റോക്കറ്റുകളും RSR പ്രോഗ്രാമിന് കീഴിലാണ്, അല്ലെങ്കിൽ രോഹിണി സൗണ്ടിങ് റോക്കറ്റ് പ്രോഗ്രാമിന് കീഴിലാണ്. ഈ രോഹിണി സൗണ്ടിങ് റോക്കറ്റിനെയാണ് RH എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. RH എന്ന് എഴുതി കണ്ടു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, രോഹിണി സൗണ്ടിങ് റോക്കറ്റ്സിനെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ 1963 November 21 തീയതിയാണ് 1963 November 21 തീയതിയാണ് ടേൾസിൽ നിന്നുള്ള ആദ്യത്തെ വിക്ഷേപണം നടക്കുന്നത്. ആ വിക്ഷേപണം എന്ന് പറയുന്ന ഒരു സൗണ്ടിങ് റോക്കറ്റ് ആയിട്ടുള്ള നൈക്ക് അപ്പാച്ചെയാണ്. പിന്നീട് ഇന്ത്യയുടെ സൗണ്ടിങ് റോക്കറ്റുകളെ മൊത്തം ഒറ്റ പദ്ധതിയുടെ കീഴിൽ ഏകോപിപ്പിച്ചു. ആ പദ്ധതിയാണ് RSR പ്രോഗ്രാം അല്ലെങ്കിൽ രോഹിണി സൗണ്ടിങ് റോക്കറ്റ് പ്രോഗ്രാം എന്ന് പറയപ്പെടുക. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് ടൈമിലേക്ക് നമ്മൾ വരികയാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇനി 1965 ജനുവരി 1 തീയതി 1965 ജനുവരി 1 തീയതി തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞപ്പോഴാണ് 1963 November 21 ഇവിടെ നിന്നാണ് ടേൾസിൽ നിന്നുള്ള ആദ്യത്തെ വിക്ഷേപണം നടക്കണേ, അല്ലേ. അതിനുശേഷം 1965 ജനുവരി 1 തീയതി ഈ 1965 ജനുവരി 1 തീയതി സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ, SSTC എന്ന് ഷോർട്ട് ഫോമിൽ പറയും, SSTC സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം 1965 ജനുവരി 1 തുമ്പയിൽ രൂപീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ തുമ്പയിലെ 2 സ്ഥാപനങ്ങളായി. ഒന്നാമത്തത് ടേൾസ് രൂപീകരിച്ച ഡേറ്റ് ഇപ്പം തന്നെ സെറ്റ് ചെയ്തോണം. 1963 November 21 ടേൾസ് വരുന്നത്. ദെൻ തുമ്പയിൽ തന്നെ വന്ന മറ്റൊരു സ്ഥാപനമാണ് SSTC സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം. ഇത് 1965 ജനുവരി 1 തീയതി തുമ്പയിൽ രൂപീകരിക്കപ്പെട്ടു. ഇനി ഇതുമായിട്ട് കണക്റ്റായിട്ട് നമ്മൾ നോക്കുക, 1967 ജനുവരി 1 തീയതി 1967 ജനുവരി 1 തീയതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ സ്പേസ് സ്റ്റഡീസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ബഹിരാകാശ ഗവേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ ഓരോ ഘട്ടമായിട്ട് ഇന്ത്യയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1967 65 തുമ്പയിലൊരു സ്ഥാപനം ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു, SSTC ഉണ്ടായതെന്ന് പറഞ്ഞു. അതിനുശേഷം 1967 ജനുവരി 1 തീയതി ESCES എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എർത്ത് സ്റ്റേഷൻ
എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എർത്ത് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥാപനം. ഇത് അഹമ്മദാബാദ് പ്രവർത്തനം ആരംഭിക്കുന്നത് 1967 ജനുവരി 1 തീയതിയാണ്. അപ്പോൾ നമ്മൾ 2 ഡേറ്റ്സ് അവിടെ പറഞ്ഞു വെച്ചു. 65 ജനുവരി 1 തീയതി എന്തുണ്ടായി? സോ SSTC ഉണ്ടായി. 67 ജനുവരി 1 തീയതി ESCES എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എർത്ത് സ്റ്റേഷൻ അഹമ്മദാബാദിൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ 65-ലും 67-ലുള്ള 2 കാര്യങ്ങൾ ഓക്കെ ആയില്ലേ? ഓക്കെ ആയി എന്ന് എടുത്തുന്നു. ഇനി ഇതുമായിട്ട് കണക്റ്റീവായിട്ട് ഫാസ്റ്റായിട്ടൊരു കാര്യം കൂടി നോക്കുക. 1967 നവംബർ 20 തീയതി 1967 നവംബർ 20 തീയതി ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റായിട്ടുള്ള രോഹിണി 75-നെ ടേൾസിൽ നിന്ന് വിക്ഷേപിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം എന്താ? ടേൾസിൽ നിന്നുണ്ടായ ആദ്യത്തെ വിക്ഷേപണം അമേരിക്ക നിർമ്മിച്ച സൗണ്ടിങ് റോക്കറ്റായിട്ടുള്ള നൈക് അപ്പാച്ചെ ആയിരുന്നു. അതിനുശേഷം ഇന്ത്യ തദ്ദേശീയമായി സൗണ്ടിങ് റോക്കറ്റ്സിനെ നിർമ്മിക്കാൻ ആരംഭിച്ചു. അങ്ങനെ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റാണ് രോഹിണി 75 അല്ലെങ്കിൽ RH-75 എന്ന് പറയാം. രോഹിണി എന്നുള്ളതിനെ നമ്മൾ RH എന്ന് എഴുതാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രോഹിണി 75 അല്ലെങ്കിൽ RH-75 എന്ന് പറയുന്ന സൗണ്ടിങ് റോക്കറ്റിനെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് ടേൾസിൽ നിന്ന് വിക്ഷേപിച്ചത് 1967 നവംബർ 20 തീയതിയാണ്. 1967 നവംബർ 20 നമ്മൾ നോക്കാം. രോഹിണി RH-75 ഫസ്റ്റ് ഇന്ത്യൻ മെയ്ഡ് സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ച്ഡ് ഇൻ ടു സ്പേസ് 1967 നവംബർ 20. അപ്പോൾ 1967 നവംബർ 20 തീയതിയാണ് രോഹിണി 75 അല്ലെങ്കിൽ RH-75 ടേൾസിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്നത്. ഇതാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് വിക്ഷേപിക്കുന്ന ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ്. ഇതിനു മുൻപ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സൗണ്ടിങ് റോക്കറ്റിനെയാണ് നമ്മൾ വിക്ഷേപിച്ചു കൊണ്ടിരുന്നത്. ഈ സൗണ്ടിങ് റോക്കറ്റ്സിനെ ബേസിക്കലി നമ്മൾ ഓർത്തിരിക്കുക, ഭൂമിയുടെ ഏറ്റവും മുകളിലെ അന്തരീക്ഷ പാളികളിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നവരാണ്. കാലാവസ്ഥാ പഠനങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനെ ഉപയോഗിക്കപ്പെടുക. താരതമ്യേന ചിലവ് കുറഞ്ഞ റോക്കറ്റ്സ് ആണ് നമ്മൾ സൗണ്ടിങ് റോക്കറ്റ്സ് എന്ന രീതിയിൽ പറയാറുള്ളത്. അപ്പം കോസ്റ്റ് എഫക്റ്റീവാണ്, ചിലവ് കുറഞ്ഞവയാണ്. അന്തരീക്ഷ പാളികൾക്ക് തൊട്ട് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ കാലാവസ്ഥാ പഠനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവരാണ് സൗണ്ടിങ് റോക്കറ്റ്സ്. അത്തരമൊരു സൗണ്ടിങ് റോക്കറ്റ് ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് RH-75 ആണ്, തദ്ദേശീയമായി നിർമ്മിക്കുന്നത്. അത് വിക്ഷേപിക്കപ്പെടുന്നത് ടേൾസിൽ നിന്നാണ്. 1967 നവംബർ 20 വിക്ഷേപണം. ഇനി നമ്മൾ നോക്കുക, നെക്സ്റ്റ് ടൈമിലേക്ക് വരുന്നു. ഇതിനുശേഷം 1968 അപ്പോൾ ടേൾസിൽ നിന്നുള്ള 1-2 വിക്ഷേപണങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. 63 നവംബർ 21 തീയതിയാണ് ടേൾസ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതെന്നും ആദ്യകാലത്ത് അതിൻ്റെ ഓഫീസായിട്ട് നമ്മുടെ മക്ക ഓഫ് റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സെൻറ്റ് മേരി മഗ്ദലീൻ ചർച്ച് പ്രവർത്തിച്ചുവെന്നും അവിടെ നിന്ന് 67 സ്വന്തമായി നിർമ്മിച്ച സൗണ്ടിങ് റോക്കറ്റായിട്ടുള്ള RH-75 വിക്ഷേപിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ തുമ്പയെ അല്ലെങ്കിൽ ടേൾസിനെ 1968 ഫെബ്രുവരി 2 തീയതി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി UN-ന് യുണൈറ്റഡ് നേഷൻസിന് സമർപ്പിച്ചു. അപ്പോൾ നമ്മൾ നോക്കുക, 1968 ഫെബ്രുവരി 2 തീയതി 1968 ഫെബ്രുവരി 2 തീയതി ടേൾസ് ഡെഡിക്കേറ്റഡ് ടു UN ബൈ ഇന്ദിരാഗാന്ധി. അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ടേൾസിനെ UN-ന് സമർപ്പിച്ചു, യുണൈറ്റഡ് നേഷൻസിന് സമർപ്പിക്കപ്പെട്ടു. ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 1968 ഫെബ്രുവരി 2 തീയതി. പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണല്ലോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ അതിനുശേഷം തൊട്ടടുത്ത വർഷം, അപ്പോൾ 68 ഫെബ്രുവരി 2 തീയതിയാണ് ടേൾസിനെ UN-ന് കൊടുത്തത്. തൊട്ടടുത്ത വർഷം 1969 ഓഗസ്റ്റ് 15 തീയതി 1969 ഓഗസ്റ്റ് 15 തീയതി, ഡേറ്റ് ഒന്നുകൂടി ഓർത്തിരിക്കണേ, 1969 ഓഗസ്റ്റ് 15 തീയതി നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകോസ്പാർ എന്ന് പറഞ്ഞ സ്ഥാപനമില്ലേ? ഏതാ ഇൻകോസ്പാർ എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ആ വേർഡ് ബൈ വേർഡായിട്ട് എടുത്താൽ കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും. I for ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ, CO for കമ്മിറ്റി, I for India, N for National, Indian National Committee for Space.
SPA എന്ന് പറഞ്ഞാൽ സ്പേസ് റിസർച്ച്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറഞ്ഞ സ്ഥാപനം 1962 ആരംഭിച്ച സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ പിന്നീട് നമ്മൾ എന്താക്കി മാറ്റി? ISRO ആക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ISRO എന്ന് പറഞ്ഞൊരു സ്ഥാപനം പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് ഉണ്ടായി വന്നതല്ല. ഇതിനു മുൻപ് 1962 പ്രവർത്തനം തുടങ്ങിയ ഇൻകോസ്പാർ എന്ന് പറഞ്ഞ സ്ഥാപനത്തെ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് ISRO ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ISRO എന്ന് പറഞ്ഞ സ്ഥാപനം എവിടുന്നാണ് രൂപീകരിച്ചത്? ISRO എന്ന് പറഞ്ഞ സ്ഥാപനം വരുന്നത് ഇൻകോസ്പാറിൽ നിന്നാണ്. ഇൻകോസ്പാറാണ് പിന്നീട് ISRO ആയി മാറിയത്. ഈ ISRO രൂപീകരിക്കപ്പെടുന്നത് 1969 ഓഗസ്റ്റ് 15-നാണ്. ഈ 1969 ഓഗസ്റ്റ് 15-ന് ISRO പ്രവർത്തനം ആരംഭിക്കുകയും ഈ ISROയുടെ സ്ഥാപകനായിട്ട് വീണ്ടും നമുക്ക് ആരെ പറയാം? വിക്രം സാരാഭായിനെ പറയാം. വിക്രം സാരാഭായ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് വീണ്ടും ISRO എന്ന് പറയുന്ന സ്ഥാപനവും രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ PRLൻ്റെ സ്ഥാപകൻ വിക്രം സാരാഭായ് എന്ന് പറയാം, ഇൻകോസ്പാറിൻ്റെ സ്ഥാപകൻ വിക്രം സാരാഭായ് എന്ന് പറയാം, ISROയുടെ സ്ഥാപകനും അതിൻ്റെ ആദ്യ ചെയർമാനും വിക്രം സാരാഭായ് എന്ന് പറയാം. അപ്പോൾ ISROയുടെ സ്ഥാപകനെന്നും അതിൻ്റെ ആദ്യ ചെയർമാനായിട്ടും പറയുന്നത്, ഓക്കെ, ISROയുടെ ആദ്യ ചെയർമാനായിട്ട് പറയുന്നത്, ഫസ്റ്റ് ചെയർമാൻ ഓഫ് ISROയുടെ ആദ്യ ചെയർമാനായിട്ട് പറയുന്നത് വിക്രം സാരാഭായ് ആണ്. അപ്പോൾ 1969 ഓഗസ്റ്റ് 15-ന് ISRO രൂപീകരിക്കുകയും ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബംഗളൂരുവിലാണ്. ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണെന്ന് പറഞ്ഞേ? ബംഗളൂരുവിലാണ് ISROയുടെ ആസ്ഥാനം എന്ന് പറയുക. ആസ്ഥാനത്തിൻ്റെ പേരെന്ന് പറയുന്നത് അന്തരീക്ഷ് ഭവൻ. ഓക്കെ, അപ്പോൾ അന്തരീക്ഷ് ഭവനാണ് ISROയുടെ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ 1969 ഓഗസ്റ്റ് 15-ന് ബാംഗ്ലൂർ ആസ്ഥാനമാക്കി ISRO എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ടായി. ഈ ISRO ഉണ്ടാവുന്നത് ഇൻകോസ്പാർ എന്ന് പറഞ്ഞ സ്ഥാപനമാണ് പിന്നീട് ISRO ആയിട്ട് മാറിയത്. ഈ സ്ഥാപനത്തിൻ്റെ ISROയുടെ ആസ്ഥാനത്തെ വിളിക്കുന്ന പേര് അന്തരീക്ഷ് ഭവൻ എന്നാണ്. അപ്പം PRLൻ്റെ സ്ഥാപകൻ, ഇൻകോസ്പാറിൻ്റെ സ്ഥാപകൻ, ISROയുടെ സ്ഥാപകൻ. അതുകൊണ്ടല്ലേ വിക്രം സാരാഭായിയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് വിളിക്കുക. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് സയൻസ് എന്ന് പറയുന്നത് വിക്രം സാരാഭായി ആണ്. ഇതിന് കാരണം ഈ 3 സ്ഥാപനങ്ങളാണ്. ഈ വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 12. ഓർത്ത് വെച്ചോണേ, വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 12. ഈ ഓഗസ്റ്റ് 12 എന്ന് പറയുന്നത് വിക്രം സാരാഭായിയുടെ ജന്മദിനമാണെന്ന് പറഞ്ഞു. ഈ വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് ആചരിക്കുക. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ. ഓക്കെ, നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ, ദേശീയ വിദൂര സംവേദന ദിനം. ഓക്കെ, അപ്പോൾ ദേശീയ വിദൂര സംവേദന ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് ഓഗസ്റ്റ് 12. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ അല്ലെങ്കിൽ ദേശീയ വിദൂര സംവേദന ദിനമായി ആചരിക്കപ്പെടുന്നത് ഓഗസ്റ്റ് 12 പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ചോദിക്കപ്പെടാവുന്ന 2 ചോദ്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന്, നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി NRSA എന്നോ NRSC എന്നോ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി എന്നോ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ എന്നോ പറയുന്ന സ്ഥാപനം. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി അല്ലെങ്കിൽ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ ഇത് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി അല്ലെങ്കിൽ സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ഹൈദരാബാദാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ഈ 2 സ്ഥാപനങ്ങളെക്കുറിച്ച് മുൻകാലങ്ങളിൽ ചോദ്യം ഉണ്ടായിട്ടുണ്ട്, കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. അപ്പോൾ 2 സ്ഥാപനങ്ങളിൽ ഒന്നാമത്തെ സ്ഥാപനം ഏതാണെന്ന് പറഞ്ഞേ? നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി എന്നോ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ എന്നോ പറയപ്പെടുന്ന സ്ഥാപനം ഹൈദരാബാദ് സ്ഥിതി ചെയ്യുമ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ഓഗസ്റ്റ് 12 നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ അല്ലെങ്കിൽ ദേശീയ വിദൂര സംവേദന ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത്. ഈ ഓഗസ്റ്റ് 12 അങ്ങനെ ആചരിക്കുന്നതിന് കാരണം ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവായ വിക്രം സാരാഭായിയുടെ ബഹുമാനാർത്ഥമാണ്.
ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവായ വിക്രം സാരാഭായിയുടെ ബഹുമാനാർത്ഥമാണ് ഓഗസ്റ്റ് 12 നാഷണൽ റിമോട്ട് സെൻസിങ് ഡേ ആയിട്ടും ആചരിക്കപ്പെടുക. അപ്പോൾ എന്തായി, 1969 ഓഗസ്റ്റ് 15 ISRO രൂപീകരിക്കപ്പെട്ടു അല്ലേ. അപ്പോൾ ISRO ഉണ്ടായി. ഈ ISRO രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ നോക്കുക, പിന്നീടാണ്, അപ്പോൾ ഈ ISRO ഉണ്ടാവുന്ന സമയത്ത് ഓർത്തിരിക്കണം, ISRO രൂപീകരിക്കപ്പെടുന്ന സമയത്തും ISRO ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായിരുന്നു. ആണവോർജ വകുപ്പിൻ്റെ കീഴിലാണ് ISRO രൂപീകരിക്കപ്പെടുന്നത്. കാരണം ISRO പോലെയുള്ള ബഹിരാകാശ ഗവേഷണങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായിരുന്നു. ഇവിടെ നിന്ന് അതിന് മാറ്റം വരികയും അതിനുശേഷം 1972 ഓർത്ത് വെച്ചോണേ, 1972 പുതിയൊരു സ്ഥാപനം ഉണ്ടാവുന്നു. 1972 ഇന്ത്യയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യയിലൊരു ബഹിരാകാശ വകുപ്പ് ഉണ്ടാവുന്നതും ഒരു സ്പേസ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നതും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞേക്കണേ. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ സ്പേസ് കമ്മീഷൻ. സ്പേസ് കമ്മീഷൻ ഉണ്ടായി ഇന്ത്യയിൽ. ഈ സ്പേസ് കമ്മീഷൻ്റെ കൂടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസും ഉണ്ടായി. അപ്പോൾ ഇന്ത്യയിലൊരു സ്പേസ് കമ്മീഷൻ ഉണ്ടായി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ഉണ്ടായി. 1972 ഇത് രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് ഈ 1972 മുതൽ ISRO പോലെയുള്ള ബഹിരാകാശ ഗവേഷണങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് കീഴിലേക്ക് മാറി. അപ്പോൾ ആദ്യകാലത്ത് ബഹിരാകാശ പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിൽ നിന്ന് ബഹിരാകാശ ഗവേഷണങ്ങളുടെ നോഡൽ ഏജൻസിയായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് രൂപീകരിക്കപ്പെടുന്നതും ഒരു സ്പേസ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നതും 1972 പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ? അപ്പോൾ 1972 നോഡൽ ഏജൻസി ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് വന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് താഴെയാണ് ആര് നിൽക്കുന്നത്? ISRO ഉണ്ടാവുക. പറഞ്ഞ കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പം നിലവിലും PRL ഉണ്ട് അല്ലേ? നിലവിലും PRL ഉണ്ട്. പക്ഷെ നിലവിൽ ആരില്ല? ഇൻകോസ്പാർ ഇല്ല. ഇൻകോസ്പാറിന് പകരം ISRO വന്നു. അങ്ങനെയാണെങ്കിൽ ISROയുടെ നിലവിലെ ചെയർമാൻ ആരാ? ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ അല്ലേ? വി നാരായണൻ. ആള് മലയാളിയാണോ? വി നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ISROയുടെ നിലവിലെ ചെയർമാനാണ്. ഇദ്ദേഹം മലയാളിയല്ല, തമിഴ്നാട്ടുകാരനാണ്. ഓക്കെ, കന്യാകുമാരി സ്വദേശമായിട്ട് തമിഴ്നാട്ടുകാരനാണ് വി നാരായണൻ എന്ന് പറയുന്ന വ്യക്തി. സോ നമുക്ക് 5 മലയാളികളാണ് നിലവിൽ ISROയ്ക്ക് ചെയർമാൻമാരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുൻപ് ISRO ചെയർമാൻമാരായി വന്നിരിക്കുന്നത് 5 മലയാളികളാണ്. ഓക്കെ, ആരൊക്കെയായിരിക്കും 5 മലയാളികൾ? സോ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആണ്. പക്ഷേ ആദ്യ മലയാളി ചെയർമാൻ, ആദ്യ മലയാളി ചെയർമാൻ MGK മേനോൻ. ആദ്യ മലയാളി ചെയർമാൻ എന്ന് പറയുന്നത് MGK മേനോൻ. രണ്ടാമത്തെ മലയാളി ചെയർമാൻ എന്ന് പറയുന്നത് കെ കസ്തൂരി രംഗൻ. മൂന്നാമത്തെ മലയാളി എന്ന് പറയുന്നത് G മാധവൻ നായർ. ഓർത്തിരിക്കണേ, G മാധവൻ നായർ. നാലാമത്തെ മലയാളി എന്ന് പറയുന്നത് കെ രാധാകൃഷ്ണൻ. 5ാമത്തെ മലയാളി എന്ന് പറയുന്നത് ആരായിരിക്കും? എസ് സോമനാഥ്. ഇവർ 5 പേരാണ് വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ MGK മേനോൻ. ISROയുടെ ആദ്യ ചെയർമാൻ എന്ന് ചോദിച്ചാൽ ആരാ? വിക്രം സാരാഭായി ആണല്ലേ? വിക്രം സാരാഭായി. ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആണ്. ആദ്യ മലയാളി ചെയർമാൻ എന്ന് പറയുന്നത് MGK മേനോനാണ്. ഈ 5 പേരാണ് ISRO ചെയർമാൻമാരായിട്ടുള്ള മലയാളികൾ എന്ന് പറയുക. പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുക. അപ്പോൾ 5 ചെയർമാൻമാരെ നമ്മൾ പറഞ്ഞു, മലയാളി ചെയർമാൻമാരുണ്ടെന്ന് പറഞ്ഞു. നിലവിലെ ചെയർമാൻ വി നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണെന്നും പറഞ്ഞു. ദെൻ 1972 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് വരികയും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് കീഴിൽ ISROയുടെ ഒക്കെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ നോക്കുക, 1975 ഏപ്രിൽ 19 ശ്രദ്ധിച്ചോണേ, 1975 ഏപ്രിൽ 19 ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിക്കപ്പെടുന്നത്.
സോ ഫസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യൻ നിർമ്മിക്കുന്ന ആദ്യത്തെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിക്ഷേപിക്കപ്പെടുന്നത് 1975 ഏപ്രിൽ 19 ഈ സാറ്റലൈറ്റിനെയാണ് ആര്യഭട്ട എന്ന് പറയുക. അപ്പോൾ 1975 ഏപ്രിൽ 19 ഇന്ത്യ വിക്ഷേപിക്കുന്ന ആദ്യത്തെ, അല്ലെങ്കിൽ ഇന്ത്യ നിർമ്മിച്ച് വിക്ഷേപിക്കുന്ന ആദ്യത്തെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിക്കപ്പെടുന്നു. ഈ ആര്യഭട്ട വിക്ഷേപിക്കപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നല്ല. ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യൻ സാറ്റലൈറ്റ് ആണ്, പക്ഷേ വിക്ഷേപിക്കപ്പെടുന്ന ഇന്ത്യയിൽ നിന്നല്ല. സോവിയറ്റ് ഇൻ്റർ കോസ്മോസ് റോക്കറ്റ് ഉപയോഗിച്ച് കാപ്പുസ്റ്റിൻ യാറിൽ നിന്നാണ് വിക്ഷേപിക്കപ്പെടുന്നത്. സോവിയറ്റ് ഇൻ്റർ കോസ്മോസ് റോക്കറ്റ് ഉപയോഗിച്ച് കാപ്പുസ്റ്റിൻ യാറിൽ നിന്നാണ് വിക്ഷേപണം നടക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോണേ, സോവിയറ്റ് ഇൻ്റർ കോസ്മോസ് റോക്കറ്റ് ഉപയോഗിച്ച് കാപ്പുസ്റ്റിൻ യാറിൽ വെച്ച് വിക്ഷേപണം നടക്കുന്നു. 1975 ഏപ്രിൽ 19 വിക്ഷേപണം നടക്കുന്നത്. അതിനുശേഷം ഒരു 4-ാമത്തെ ദിവസം അവിടെ ഒരു പവർ ഫെയിലിയർ ഉണ്ടാവുകയും, സോ അതിനുശേഷം 5-ാമത്തെ ദിവസം മുതൽ അവിടെ നിന്നുള്ള സിഗ്നലുകളെ നമുക്ക് നഷ്ടമാവുകയും ചെയ്തു. അപ്പം വിക്ഷേപണം വിജയകരമാണ്. ആര്യഭട്ട എന്നാണ് നമ്മുടെ സാറ്റലൈറ്റിൻ്റെ പേരല്ലേ. അപ്പോൾ സാറ്റലൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ആര്യഭട്ടയാണ്. അപ്പോൾ 1975 ഏപ്രിൽ 19 ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് വിക്ഷേപിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ആര്യഭട്ടയാണ്. ആര്യഭട്ട പക്ഷേ വിക്ഷേപിക്കുന്നത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. സോവിയറ്റ് ഇൻ്റർ കോസ്മോസ് റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് കാപ്പുസ്റ്റിൻ യാറിൽ വെച്ചാണ് ഇത് വിക്ഷേപിക്കപ്പെടുന്നത്. 4 ദിവസം വരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും 4-ാമത്തെ ദിവസം അതിനകത്തൊരു പവർ ഫെയിലിയർ ഉണ്ടായി. 5-ാമത്തെ ദിവസം മുതൽ നമുക്ക് ഇവിടെ നിന്നുള്ള സിഗ്നലുകൾ നഷ്ടമാവുകയും ചെയ്തു. പിന്നീട് നമുക്ക് ഈ സാറ്റലൈറ്റുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പിന്നീട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം 1992 ഫെബ്രുവരി 10 ഇത് വീണ്ടും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ നമ്മൾ നോക്കുക, ആര്യഭട്ട ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിയത് 1992 ഫെബ്രുവരി 10 ഇത് പലപ്പോഴും ചില മീഡിയംസിൽ കാണുമ്പോൾ 11 എന്ന് കാണാറുണ്ട്. 1992 ഫെബ്രുവരി 10 എന്നാണ് നമ്മൾ ISROയുടെ വെബ്സൈറ്റിലും കാര്യങ്ങളിലൊക്കെ വരിക. ഇത് മറ്റ് ചില മീഡിയംസിൽ 11 എന്ന് കാണാറുണ്ട്. അപ്പോൾ ഈ 10ഉം 11ഉം ഒരുമിച്ച് വന്നാൽ നമ്മൾ 10 എന്നുള്ള വാല്യൂ ഫോളോ ചെയ്താൽ മതി. 1992 ഫെബ്രുവരി 10 ആര്യഭട്ട അത് വീണ്ടും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തുന്നത്. പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് ആര്യഭട്ടയാണ്. വിക്ഷേപണത്തിന് അതുമായി സഹകരിച്ച രാജ്യം റഷ്യയാണ്. റഷ്യയുടെ വാഹനം ഏതായിരുന്നു? സോവിയറ്റ് ഇൻ്റർ കോസ്മോസ് റോക്കറ്റാണ്. വിക്ഷേപണ സ്ഥലം എന്ന് പറയുന്നത് കാപ്പുസ്റ്റിൻ യാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് വിക്ഷേപണം നടന്നിരിക്കുന്നത്. ആര്യഭട്ട എന്നുള്ള പേര് വന്നിരിക്കുന്നതിന് കാരണം എന്താ? പുരാതന ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ആര്യഭട്ടൻ്റെ പേരിൽ നിന്നാണ് ഇതിന് ആര്യഭട്ട എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇത്രയും കാര്യങ്ങൾ സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ടൈം നമ്മൾ ഓർത്തിരിക്കുക. പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊന്നാണ് 1981 ജൂൺ മാസം 19 1981 ജൂൺ മാസം 19 ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുക. ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ആപ്പിൾ, ഈ ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ആപ്പിൾ വിക്ഷേപിക്കപ്പെടുന്നത് 1981 ജൂൺ മാസം 19 അപ്പോൾ ആപ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യ സ്വയം നിർമ്മിച്ച, ടൈം നോക്കുക, ഫസ്റ്റ് ഇൻഡിജനസ്, ഇന്ത്യ സ്വയം നിർമ്മിച്ച, തദ്ദേശീയമായി നിർമ്മിച്ച എക്സ്പെരിമെൻ്റൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പരീക്ഷണാടിസ്ഥാനത്തിൽ വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമായിരുന്നു ആപ്പിൾ എന്ന് പറയുന്നത്. ഈ ആപ്പിൾ വിക്ഷേപിക്കപ്പെടുന്നത് എവിടെ നിന്ന് നോക്കിക്കേ? ലോഞ്ച് സൈറ്റ് കൗറോ, ഫ്രഞ്ച് ഗയാന. അപ്പം കൗറോ ഫ്രഞ്ച് ഗയാനയിൽ വെച്ചിട്ടാണ് ഇത് വിക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഗയാനയിലെ കൗറോയിൽ വെച്ച് വിക്ഷേപിക്കപ്പെടുന്നു. ഈ ആപ്പിളിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ഏരിയൻ 1V3 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനമാണ്. അപ്പോൾ ആപ്പിളിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ഏരിയൻ 1V3. ആപ്പിൾ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ആപ്പിളിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻ്റ് എന്നാണ്. ആപ്പിൾ വിക്ഷേപിക്കപ്പെടുന്നത് 1981 ജൂൺ മാസം 19 പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ. അങ്ങനെ 1981 ജൂൺ മാസം 19 ആപ്പിൾ വിക്ഷേപിക്കപ്പെടുന്നു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ എക്സ്പെരിമെൻ്റൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്.
സോ വിക്ഷേപണ സ്ഥലം ഫ്രഞ്ച് ഗയാനയിലെ കൗറോയാണ്. വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ഏരിയൻ 1V3 ആണ്. ഇനി അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ISRO അതിൻ്റെ വിക്ഷേപണങ്ങളൊക്കെ നടത്തുമ്പം ISRO എന്ന് പറയുന്നത് സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ISRO എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇത് പ്രധാനമായിട്ടും സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം അത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല. സാമ്പത്തിക നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി ഒരിക്കലും ഈ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ പറ്റൂല. ISRO എന്ന് പറയുന്ന സ്ഥാപനം ഈ സേവന മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു കൊമേഴ്ഷ്യലായിട്ട് പ്രവർത്തിക്കാറില്ല, വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ISROയുടെ 2 കൊമേഴ്ഷ്യൽ ആംസ് ഉണ്ട്. അതിലൊന്നാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുക. സോ ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ആം ഓഫ് ISRO എന്ന് പറയാം. ISROയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സാറ്റലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ ISRO നേരിട്ടല്ല ചിലപ്പോൾ എനിക്ക് നിർമ്മിച്ച് നൽകുക. അത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിർമ്മാണമാണെങ്കിൽ അതുമായിട്ട് സഹകരിക്കുന്നത് ഒന്നെങ്കിൽ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരിക്കും. ഈ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥാപനം എന്ന് പറയുന്നത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് കൗൺസിൽ, NSIL എന്ന് പറയും. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഈ 2 സ്ഥാപനങ്ങളാണ് കൊമേഴ്ഷ്യൽ ആം ഓഫ് ISRO എന്ന് പറയുക. കൊമേഴ്ഷ്യൽ ആം ഓഫ് ISROയുടെ വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡും 2 ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും. 2 സ്ഥാപനങ്ങൾ ക്ലിയർ അല്ലേ? സോ ഒന്നാമത്തെ എന്ന് പറഞ്ഞത് കൊമേഴ്ഷ്യൽ ആം എന്ന് പറയുന്ന ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ്, 2 ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അതിലൊന്നാമത്തിലേക്ക് നമ്മൾ വരിക. ഈ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇത് ഇൻകോർപ്പറേറ്റഡ് ആസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇതതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന 1992 സെപ്റ്റംബറിലാണ്. അപ്പോൾ ഇൻകോർപ്പറേറ്റഡ് ആസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിക്കപ്പെടുന്നത് 1992 സെപ്റ്റംബറിലാണ്. പിന്നീട് 2008 ആൻഡ്രിക്സ് കോർപ്പറേഷന് മിനിരത്ന പദവി കിട്ടിയിട്ടുണ്ട്. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് മിനിരത്ന, മഹാരത്ന എന്ന് പറഞ്ഞ ടേമുകളൊക്കെ ചിലപ്പോൾ കേട്ട് പരിചയമുണ്ടാവും. സോ അവയുടെ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, എത്രത്തോളം അതിൽ നിന്ന് അവർക്ക് റവന്യൂ ഉണ്ട് എന്നതിനേക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും ഈ മിനിരത്ന, മഹാരത്ന, നവരത്ന എന്നൊക്കെ പറഞ്ഞ പദവികൾ കൊടുത്തിരിക്കുക. ഇതിൽ ഈ മിനിരത്ന പദവി സ്റ്റാറ്റസ് നമ്മുടെ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കിട്ടുന്നത് 2008. അപ്പോൾ ആ ടൈം ഓർത്ത് വെച്ചോണം. ഇനി ഇതേപോലെ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് രൂപീകരിച്ച വർഷം 1992 ആണെന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വളരെ റീസെൻ്റ് ആയിട്ടാണ് 2019 മാർച്ച് മാസം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നത്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് കൗൺസിൽ. അപ്പോൾ ഈ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു? 2019. വളരെ റീസെൻ്റ് ആയിട്ടാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിക്കപ്പെട്ടത്. അതായത് ഈ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. മറ്റുള്ള സ്ഥാപനങ്ങൾക്കോ മറ്റു രാജ്യങ്ങൾക്കൊക്കെ ബഹിരാകാശ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും വേണ്ടി ഇന്ത്യയുടെ സഹായം ആവശ്യമായിട്ട് വരും. അപ്പോൾ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന് മാത്രമായി ഈ കാര്യങ്ങളെല്ലാം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആവശ്യം കൂടുന്നത് കൊണ്ട്, ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് 2019 മാർച്ച് മാസം കൊമേഴ്ഷ്യൽ ആമായിട്ടുള്ള 2ാമത്തെ സ്ഥാപനമായിട്ട് NSIL അല്ലെങ്കിൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിക്കപ്പെട്ടത്. പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെയാണോ? അപ്പം നമ്മൾ ആൻഡ്രിക്സ് കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞു, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ISROയുടെ 2 സ്പേസ് ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ട്. ISRO ആവിഷ്കരിച്ച 2 സ്പേസ് ബേസ്ഡ് പ്രോഗ്രാംസ്. സോ ISROയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിങ് നൽകുന്നതിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആഭിമുഖ്യം വളർത്തുന്നതിനോ വേണ്ടി 2 സ്പേസ് ബേസ്ഡ് പ്രോഗ്രാംസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് യുവിക എന്ന് പറയുന്നത്. അപ്പോൾ ISRO ആവിഷ്കരിച്ച 1ാമത്തെ സ്പേസ് ബേസ്ഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് യുവിക എന്നോർത്തിരിക്കുക. ഈ യുവിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവ വിജ്ഞാനി കാര്യക്രം എന്നാണ് പറയുക. യുവ വിജ്ഞാനി കാര്യക്രം. യുവിക എന്ന് പറയുന്നത് യുവ വിജ്ഞാനി കാര്യക്രം എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്.
ഈ യുവവിജ്ഞാനി കാര്യക്രമം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനെ യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം എന്ന് പറയും. എന്താ വിളിക്കാന്ന് പറഞ്ഞേ? യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. സോ ചെറിയ കുട്ടികളെ, വിദ്യാർത്ഥികളെ, ബേസിക്കലി ചെറിയ കുട്ടികളെയല്ല, വിദ്യാർത്ഥികളെ, സ്റ്റുഡൻസിന് ശാസ്ത്ര ആഭിമുഖ്യം വളർത്തുകയും ബഹിരാകാശ ഗവേഷണങ്ങളിൽ താല്പര്യം ജനിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി സ്റ്റെം എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക. സ്റ്റെം എഡ്യൂക്കേഷൻ കേട്ടിട്ടുണ്ടോ? സ്റ്റെം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്തമാറ്റിക്സ്. സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ഇതാണ് സ്റ്റെം എഡ്യൂക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ സ്റ്റെം എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവരെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യുവിക എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആരംഭിച്ചത്. യുവിക എന്ന് പറഞ്ഞാൽ യുവ വിജ്ഞാനി കാര്യക്രമം അല്ലെങ്കിൽ യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നത് ക്യാച്ച് ദം യങ്, ചെറിയ പ്രായത്തിൽ തന്നെ താല്പര്യമുള്ളവരെ, കഴിവുള്ളവരെ കണ്ടെത്തുക എന്നതായിരുന്നു ഈ യുവിക എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. അപ്പോൾ യുവിക എന്ന് പറയുന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ഇനി രണ്ടാമത്തെ സ്പേസ് ബേസ്ഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഉന്നതിയാണ്. ഉന്നതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിസ്പേസ് നാനോ സാറ്റലൈറ്റ് അസംബ്ലി ആൻഡ് ട്രെയിനിങ് ബൈ ISRO. യൂണിസ്പേസ് നാനോ സാറ്റലൈറ്റ് അസംബ്ലി ആൻഡ് ട്രെയിനിങ് ബൈ ISRO, ഇതാണ് ഉന്നതി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ യൂണിസ്പേസ് നാനോ സാറ്റലൈറ്റ് അസംബ്ലി ആൻഡ് ട്രെയിനിങ് ബൈ ISRO, അതായത് നാനോ സാറ്റലൈറ്റ്സിൻ്റെ അസംബ്ലിങ്ങോ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്. ഓക്കെ, അസംബ്ലി ആൻഡ് ട്രെയിനിങ്, അതായത് ഇതിൻ്റെ ഘടകങ്ങളെയൊക്കെ, ഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളും ആവശ്യമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആവശ്യമായ ട്രെയിനിങ് നൽകുകയും ചെയ്യുക. ഇതിനു വേണ്ടിയാണ് ഉന്നതി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആരംഭിച്ചത്. ഈ ഉന്നതി എന്ന് പറഞ്ഞ പ്രോഗ്രാം ശരിക്ക് സയൻറ്റിസ്റ്റുകൾക്ക് ഇതിൻ്റെ ഭാഗമാവാം. ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾക്കല്ല, ഫോറിൻ സയൻറ്റിസ്റ്റുകൾക്കൊക്കെ ഇതിൻ്റെ ഭാഗമാകാം, ഒഫീഷ്യൽസിന് ഭാഗമാകാം. ഓക്കെ, അപ്പോൾ വിദേശികളായിട്ടുള്ള ശാസ്ത്രജ്ഞർക്കോ ഒഫീഷ്യൽസിനോ ഒക്കെ ട്രെയിനിങ് നേടാൻ കഴിയുന്ന ഒന്നാണ് ഉന്നതി എന്ന് പറയുന്നത്. അപ്പോൾ ഉന്നതി എന്ന് പറയുന്നത് യൂണിസ്പേസ് നാനോ സാറ്റലൈറ്റ് അസംബ്ലി ആൻഡ് ട്രെയിനിങ് ബൈ ISRO എന്ന് പറഞ്ഞു. ഇത് ഫോറിൻ സയൻറ്റിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഒഫീഷ്യൽസിനോ ഒക്കെ ഭാഗമാകാൻ കഴിയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഉന്നതി എന്ന് പറയുക. ഇറ്റ്സ് എ 2 months ട്രെയിനിങ് പ്രോഗ്രാം, ഒരു 2 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഉന്നതി എന്ന് പറയുന്നത്. ഇത് നടത്തുന്നത് UR റാവു സാറ്റലൈറ്റ് സെൻറ്ററിൽ വെച്ചിട്ടാണ്. UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ എവിടെയാണ്? ബംഗളൂരുവിലാണ്. UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ, ഉടുപ്പി രാമചന്ദ്ര റാവു എന്നാണ് പറയുക. UR റാവു, ഉടുപ്പി രാമചന്ദ്ര റാവു സാറ്റലൈറ്റ് സെൻറ്റർ, UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ. ഇത് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. അപ്പോൾ ഈ ബംഗളൂരുവിലെ UR റാവു സാറ്റലൈറ്റ് സെൻറ്ററിൽ വെച്ചിട്ടാണ് ഉന്നതിയുടെ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 മെത്തേഡ്സ് ക്ലിയർ ആണല്ലോ. 2 സ്പേസ് ബേസ്ഡ് പ്രോഗ്രാംസാണ് ISRO കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് യുവികയാണ്, 2 ഉന്നതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഹിസ്റ്ററി പോലെ ഓർത്തിരിക്കുക. കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കറണ്ട് അഫെയറിൻ്റെ തോട്ട്സ് കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. നമുക്ക് 1 മാർക്ക് എന്തായാലും സ്പേസിൽ നിന്ന് ചോദിക്കപ്പെടും. അപ്പോൾ അത് അത്രയും കാര്യം നിർബന്ധമായിട്ട് നോക്കി വെച്ചോണം. ഇനി നമ്മൾ രണ്ടാമത്തൊരു ടേമിലേക്ക് വരികയാണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത്, രണ്ടാമതൊരു കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് DRDO, ഡിഫൻസിനെ കുറിച്ചാണ്. ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഈ DRDO എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ഈ DRDO എന്ന് പറഞ്ഞ സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നത് ഒരു 3 സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ്. 3 സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് DRDO ആയിട്ട് മാറിയത്. അതിലൊന്നാമത്തെ സ്ഥാപനം ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, TDE എന്ന് പറയും. അപ്പോൾ ഈ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ TDE എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയുടെ സ്ഥാപനമായിരുന്നു TDE. അപ്പം DRDO അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം രൂപീകരിക്കുന്നത് 3 സ്ഥാപനങ്ങൾ കൂടി ചേർന്നിട്ടാണെന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെ സ്ഥാപനം എന്ന് പറയുന്നത് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്ഥാപനം എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ,
3 ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ. ഈ 3 സ്ഥാപനങ്ങളും കൂടിച്ചേർന്ന് മെർജ് ചെയ്തിട്ട് അമാൽഗമേറ്റ് ചെയ്തിട്ട് ഇവർ DRDO ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് DRDO ആയിട്ട് മാറിയത് 1958 ഓർത്ത് വെച്ചോണേ. അപ്പോൾ 1969 ISRO ഉണ്ടായി അല്ലേ? 1969 ISRO ഉണ്ടായി. 1958 DRDO ഉണ്ടാവുന്നത്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം 1958 രൂപീകരിക്കുന്നു. 3 സ്ഥാപനങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് DRDO ഉണ്ടായതെന്നും പറഞ്ഞു. സോ ഈ DRDO വർക്ക്സ് അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ, ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിൽ, സോ പ്രതിരോധ മന്ത്രാലയത്തിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലാണ് നമ്മുടെ DRDO പ്രവർത്തിക്കുന്നത്. ഓർത്ത് വെച്ചോളാം. സോ നമുക്കവിടെ പറയാം DRDO പ്രവർത്തിക്കുന്ന മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ DRDOയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, DRDOയുടെ ആദ്യത്തെ മേജർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 1960കളിൽ ആരംഭിച്ച പ്രൊജക്റ്റ് ഇൻഡിഗോയാണ്. പ്രൊജക്റ്റ് ഇൻഡിഗോ. അപ്പോൾ DRDOയുടെ ആദ്യത്തെ മേജർ പ്രൊജക്റ്റ്, ഫസ്റ്റ് മേജർ പ്രൊജക്റ്റ് ഓഫ് DRDOയുടെ ആദ്യത്തെ മേജർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ഇൻഡിഗോയാണ്. ഈ പ്രൊജക്റ്റ് ഇൻഡിഗോ ആരംഭിക്കപ്പെടുന്നത് 1960ലാണ്. ഈ പ്രൊജക്റ്റ് ഇൻഡിഗോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സർഫസ് ടു എയർ മിസൈൽ. ഒരു പ്രതലത്തിൽ നിന്ന് വായുവിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് വിക്ഷേപിക്കുന്ന ഒന്നായിരുന്നു സർഫസ് ടു എയർ മിസൈൽ. അപ്പോൾ വായുവിലുള്ള ലക്ഷ്യം എന്ന് പറയുമ്പം മറ്റു മിസൈലുകളെ നശിപ്പിക്കുക, ഹെലികോപ്റ്ററുകളെയോ വിമാനങ്ങളെയോ ലക്ഷ്യമാക്കി വിക്ഷേപിക്കപ്പെടുക, അങ്ങനെ വായുവിലുള്ള ലക്ഷ്യത്തിലേക്ക് ഒരു പ്രതലത്തിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നവരാണ് സർഫസ് ടു എയർ മിസൈൽ എന്ന് പറയുക. ഇത്തരമൊരു സർഫസ് ടു എയർ മിസൈൽ എന്നതിന് ഷോർട്ട് ഫോമിൽ നമുക്ക് SAM എന്ന് പറയാം. SAM എന്ന് പറഞ്ഞാൽ S ഫോർ സർഫസ്, A ഫോർ എയർ, M ഫോർ മിസൈൽ. അപ്പോൾ സർഫസ് ടു എയർ മിസൈലാണ് SAM എന്ന് പറയുന്നത്. അപ്പോൾ 1960ലാണ് DRDO പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ മേജർ പ്രൊജക്റ്റായിട്ട് SAM എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സർഫസ് ടു എയർ മിസൈൽ ആയിട്ടുള്ള ഇൻഡിഗോ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ 58 DRDO ഉണ്ടായി. 60ലാണ് DRDO എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയത്, ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്. പിന്നീട് ഈ ഇൻഡിഗോ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് പൂർണ്ണമായിട്ടും വിജയകരമായിരുന്നില്ല. അപ്പോൾ ഇൻഡിഗോ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് പൂർണ്ണമായിട്ടും വിജയകരമാവാത്തതുകൊണ്ട് ആ പ്രൊജക്റ്റ് ഉപേക്ഷിക്കുകയും അടുത്ത 2 പ്രൊജക്റ്റുകൾ നമ്മൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ 1970കളിൽ പുതിയ 2 പ്രൊജക്റ്റ് ആരംഭിക്കുന്നു. പ്രൊജക്റ്റ് ഇൻഡിഗോ പരാജയമായിരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും വിജയമാകാൻ പ്രൊജക്റ്റ് ഇൻഡിഗോയ്ക്ക് കഴിയാത്തതുകൊണ്ട് ഈ ഇൻഡിഗോ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിന് പകരം പുതിയ 2 പ്രൊജക്റ്റുകൾ ഇന്ത്യ ആവിഷ്കരിക്കുന്നു. ആ പ്രൊജക്റ്റുകളിലൊന്നാണ് പ്രൊജക്റ്റ് ഡെവിൾ. അപ്പോൾ ഇൻഡിഗോ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് പരാജയപ്പെട്ടതിന് ശേഷം നമ്മുടെ DRDO ആരംഭിച്ച അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ഡെവിളാണ്. ഈ പ്രൊജക്റ്റ് ഡെവിളിൻ്റെ കൂടെ വേറൊരു പ്രൊജക്റ്റ് കൂടിയുണ്ട്, പ്രൊജക്റ്റ് വാലിയൻറ്റ്. പ്രൊജക്റ്റ് ഡെവിളും പ്രൊജക്റ്റ് വാലിയൻറ്റും ഈ 2 പ്രൊജക്റ്റുകൾ ഓർത്തിരിക്കണം. ബോത്ത് ആർ ടോപ്പ് സീക്രട്ട് മിസൈൽ പ്രൊജക്ട്സ്. ഇന്ത്യ വളരെ രഹസ്യ സ്വഭാവത്തിൽ തുടങ്ങിയ 2 മിസൈൽ പ്രൊജക്റ്റുകളാണ് പ്രൊജക്റ്റ് ഡെവിളും പ്രൊജക്റ്റ് വാലിയൻറ്റും. ഈ പ്രൊജക്റ്റ് ഡെവിളും പ്രൊജക്റ്റ് വാലിയൻറ്റും എന്ന് പറഞ്ഞ 2 പ്രൊജക്റ്റുകൾ ആരംഭിക്കുന്നത് പ്രൊജക്റ്റ് ഇൻഡിഗോ പരാജയപ്പെട്ടതോടുകൂടിയാണ്. ഈ 2 പ്രൊജക്റ്റുകളിലെ പ്രൊജക്റ്റ് ഡെവിളും പ്രൊജക്റ്റ് വാലിയൻറ്റും ഈ 2 പ്രൊജക്റ്റുകളാണ് നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേര് പ്രധാനമായിട്ട് നേടിക്കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള പേര് പ്രധാനമായി ലഭിക്കുന്നതിന് കാരണമായത് ഏത് പ്രൊജക്റ്റുകളായിരുന്നു? പ്രൊജക്റ്റ് ഡെവിളും പ്രൊജക്റ്റ് വാലിയൻറ്റുമാണ്. ഈ 2 പ്രൊജക്റ്റുകൾ മാത്രമല്ല കാരണം, മറ്റൊരു കാരണം കൂടിയുണ്ട്. സോ ഈ 2 പ്രൊജക്റ്റുകൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രൊജക്റ്റാണ് IGMDP എന്ന് പറയുക. IGMDP കേട്ടിട്ടുണ്ടോ? IGMDP എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇതാണ് IGMDP എന്ന് പറയുക. ഓക്കെ, അപ്പോൾ IGMDP എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം 1983 ജൂലൈ 26 ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ലഭിക്കുന്നു.
The IGMDP formally got approval of Indian government on July 26, 1983. 1983 അപ്പോൾ IGMDP എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ആരംഭിക്കുന്നു. IGMDP എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. മിസൈലുകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രമായി APJ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ഥാപനമാണ് IGMDP. അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. IGMDP വാസ് ബ്രെയിൻ ചൈൽഡ് ഓഫ് റിനോവ്ഡ് സയൻറ്റിസ്റ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം 1983 IGMDP എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഈ പ്രൊജക്റ്റ് 1983 ആരംഭിച്ചു. ഡേറ്റ് ഓർത്തിരിക്കാൻ എളുപ്പവഴിയുണ്ട്. 1983 ഇന്ത്യക്ക് ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പ് കിട്ടിയത്. കപിൽ ദേവിൻ്റെ നേതൃത്വത്തിലെ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയത് 1983 ഈ 1983 അല്ലേ നിവിൻ പോളിൻ്റെ സിനിമയുള്ളത് അല്ലേ? അപ്പോൾ ഈ 1983 IGMDP എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. അതോടുകൂടി ഇന്ത്യ തദ്ദേശീയമായ മിസൈൽ പ്രൊജക്റ്റുകളിൽ സെൽഫ് സഫീഷ്യൻ്റ് ആവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് IGMDP ആരംഭിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 പ്രൊജക്റ്റുകളുടെ ബേസിലാണ് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുക. ഓർത്ത് വെച്ചോണേ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. അങ്ങനെ വിളിക്കുന്നതിന് കാരണം 2 ടോപ്പ് സീക്രട്ട് മിസൈൽ പ്രൊജക്റ്റുകളുണ്ട്. ഒന്ന് പ്രൊജക്റ്റ് ഡെവിളും 2 പ്രൊജക്റ്റ് വാലിയൻറ്റും. അതിൻ്റെ കൂടെ IGMDP പ്രൊജക്റ്റും കൂടി ചേർന്നതോടുകൂടി അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള പേര് ഉറപ്പിക്കപ്പെട്ടു. പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ IGMDP എന്ന് പറഞ്ഞൊരു മിസൈൽ പ്രൊജക്റ്റിൻ്റെ കീഴിൽ രൂപീകരിച്ച അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 5 പ്രധാനപ്പെട്ട മിസൈലുകളാണ്. ഒന്ന് പൃഥ്വി, ഒന്നാമത്തത് പൃഥ്വി മിസൈൽ. ഓർത്ത് വെച്ചോണേ, IGMDPയുടെ കീഴിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ മിസൈൽ എന്ന് പറയുന്നത് പൃഥ്വി മിസൈലാണ്. IGMDPയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആദ്യത്തെ മിസൈൽ എന്ന് പറയുന്നത്, ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ മിസൈൽ എന്ന് പറയുന്നത് പൃഥ്വിയാണ്. ഈ പൃഥ്വി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷോർട്ട് റേഞ്ച് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ. പൃഥ്വിയുടെ പ്രത്യേകത ഇറ്റ്സ് എ ഷോർട്ട് റേഞ്ച് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി എന്ന് പറയുക. ഈ പൃഥ്വിക്ക് 3 വേരിയൻറ്റുകളുണ്ട്. 1, 2 and 3 എന്ന് പറഞ്ഞ 3 വേരിയൻറ്റുകളുണ്ട്. ഈ പൃഥ്വി 1, പൃഥ്വി 2 and പൃഥ്വി 3 എന്ന് പറയുന്ന 3 വേരിയൻസ് ഉണ്ട്. ഈ പൃഥ്വി 1 എന്ന് പറയുന്നത് ആർമിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പൃഥ്വി 2 എന്ന് പറയുന്നത് എയർഫോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. പൃഥ്വി 3 എന്ന് പറയുന്നത് നേവിയാണ് ഉപയോഗിക്കുക. അപ്പോൾ ആർമി, എയർഫോഴ്സ്, നേവി, ഈ 3 പേരുടെ കയ്യിലായിട്ട് നമ്മൾ പൃഥ്വി 1 and പൃഥ്വി 2, പൃഥ്വി 3 എന്ന് പറയുന്ന 3 മിസൈൽസ് ഉണ്ടായിരുന്നു. ഈ 3 മിസൈൽസിനെയും നമ്മുടെ ഷോർട്ട് റേഞ്ച് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൃഥ്വി മിസൈൽസ് IGMDPയുടെ കീഴിൽ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ മിസൈൽ. ഈ മിസൈലിൽ പൃഥ്വി 1നെയാണ് പിന്നീട് നമ്മൾ പ്രഹറാക്കി മാറ്റിയത്. പൃഥ്വി 1നെ പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ എന്താക്കി മാറ്റി? പ്രഹറാക്കി മാറ്റി. അപ്പം നിലവിൽ പൃഥ്വി 1 എന്ന് പറയുന്നത് ഇല്ല. ഈ പൃഥ്വി 1നെ നമ്മൾ എന്താക്കി മാറ്റി? പ്രഹറാക്കി മാറ്റി. പൃഥ്വി 2നെയാണ് നമ്മൾ പ്രത്യുപ്നയാക്കി മാറ്റിയിരിക്കുക. പ്രത്യുപ്ന. അപ്പോൾ നിലവിൽ പൃഥ്വി 1നും പൃഥ്വി 2ൻ്റെയും പേരെന്താ? പൃഥ്വി 1നെ പ്രഹറാക്കി മാറ്റി, പൃഥ്വി 2നെ നമ്മൾ പ്രത്യുപ്നയാക്കി മാറ്റി, പൃഥ്വി 3നെ നമ്മൾ ധനുഷ് എന്ന പേരിലേക്ക് മാറ്റി. ഓർത്ത് വെച്ചോണേ, പൃഥ്വി 1 പ്രഹർ, പൃഥ്വി 2 എന്ന് പറയുന്നത് പ്രത്യുപ്ന, പൃഥ്വി 3 എന്ന് പറയുന്നത് ധനുഷായിട്ടും മാറി. പറഞ്ഞ കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി പിന്നീട് രണ്ടാമത്തൊരു മിസൈലായിട്ട് IGMDP ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ മിസൈൽ എന്ന് പറയുന്നത് പൃഥ്വിയായിരുന്നു. മറ്റൊരു മിസൈൽ എന്ന് പറയുന്നത് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള അഗ്നിയാണ്. സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള അഗ്നി. അപ്പോൾ അഗ്നി എന്ന് പറയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ IGMDPയുടെ കീഴിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഈ അഗ്നി എന്ന് പറയുന്നതിന് നിലവിലും ഓപ്പറേഷനിലാണ്. ഇവർക്ക് ഒത്തിരി വേരിയൻറ്റുകളുണ്ട്. നിലവിൽ 6 വേരിയൻറ്റുകൾ ഉണ്ടെന്നാണ് ഇന്ത്യയുടെ ഡിഫൻസ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് പറയുന്നത് പ്രകാരം, ഒഫീഷ്യൽ റെക്കോർഡ്സ് പ്രകാരം നമ്മൾ പറയുന്നത് 6 അഗ്നിയുടെ വേരിയൻറ്റുകളുണ്ടെന്ന് പറയുന്നു. ഇതിൽ അവസാനത്തെ വേരിയൻറ്റുകളെല്ലാം ICBM ആണ്. ഓർത്ത് വെച്ചോണേ, ICBM എന്ന് പറഞ്ഞാൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഇതാണ് ICBM എന്ന് പറയുക. ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഇന്ത്യ ആദ്യമായി ഒരു ICBM ഡെവലപ്പ് ചെയ്തത് അഗ്നിയിലൂടെയാണ്. ഇൻ്റർ കോണ്ടിനെൻ്റൽ ആ വേർഡിൽ തന്നെയുണ്ട്. ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്നവരാണ് ICBM. ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്നവരാണ് ICBM എന്ന് പറയുക. ഇത്തരം ഒരു ICBM ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത് അഗ്നി മിസൈൽസിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടിയാണ്.
അപ്പോൾ 2 മിസൈൽസ് നമ്മൾ പറഞ്ഞു. IGMDPയുടെ കീഴിലുള്ള ആദ്യത്തെ മിസൈൽ പൃഥ്വിയായിരുന്നു. പിന്നീട് ഒരു മിസൈൽ അഗ്നിയാണ്. അഗ്നിക്ക് 6 വേരിയൻറ്റുകളോളം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ അവസാന വേരിയൻറ്റുകളെല്ലാം തന്നെ പറയുന്നത് ICBM ആണ്. ICBM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്നവയാണ് അഗ്നി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ICBM ഗണത്തിൽപ്പെടുന്ന അഗ്നിയുടെ അവസാന വേരിയൻറ്റുകൾ എന്ന് പറയുക. അപ്പോൾ അഗ്നി ഡെവലപ്പ് ചെയ്തതോടുകൂടിയാണ് ICBM ഇന്ത്യ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടത്. ഇനി അടുത്തൊരാളെന്ന് പറയുന്നത് തൃശൂൽ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് തൃശൂലാണ്. അപ്പോൾ IGMDPയുടെ കീഴിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അടുത്ത മിസൈൽ എന്ന് പറയുന്നത് തൃശൂലാണ്. തൃശൂൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷോർട്ട് റേഞ്ച് ലോ ലെവൽ സർഫസ് ടു എയർ മിസൈൽ. ഷോർട്ട് റേഞ്ച് ലോ ലെവൽ സർഫസ് ടു എയർ മിസൈലിനെയാണ് നമ്മൾ തൃശൂൽ എന്ന് പറയുക. അപ്പോൾ ഈ തൃശൂൽ എന്ന് പറയുന്ന 3ാമത്തെ മിസൈലിനെ നമ്മൾ പറഞ്ഞു. അപ്പോൾ 3 പേരെ നമ്മൾ പറഞ്ഞല്ലോ. 1ാമത്തെ പൃഥ്വി, 2ാമത്തത് അഗ്നി, 3ാമത്തെ മിസൈൽ എന്ന് പറയുന്നത് തൃശൂലാണ്. ഓക്കെ, അപ്പോൾ ഈ തൃശൂൽ മിസൈൽ പ്രൊജക്റ്റ് നിലവിൽ തൃശൂൽ എന്ന പേരിലില്ല. നിലവിൽ തൃശൂൽ മിസൈൽ പ്രൊജക്റ്റ് ഇല്ല. ഈ തൃശൂൽ മിസൈൽ പ്രൊജക്റ്റിന് പകരമാണ് മൈത്രി മിസൈൽ പ്രൊജക്റ്റ് വന്നത്. തൃശൂൽ മിസൈൽ പ്രൊജക്റ്റിന് ശേഷം തൃശൂൽ മിസൈൽ പ്രൊജക്റ്റിനെ പിന്നീട് നമ്മൾ എന്താക്കി മാറ്റി? മൈത്രി മിസൈലാക്കി മാറ്റി. ഈ മൈത്രി മിസൈലാക്കി മാറ്റിയത് ഫ്രാൻസിൻ്റെ കൂടെ സഹകരണത്തോടു കൂടിയാണ് അതിനെ മൈത്രിയാക്കി മാറ്റിയത്. അപ്പോൾ തൃശൂൽ മിസൈൽ പ്രൊജക്റ്റ്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തൃശൂൽ മിസൈലിനെ ഫ്രാൻസിൻ്റെ സഹകരണത്തോടു കൂടി ഫ്രാൻസിൻ്റെ മിഖ എന്ന് പറഞ്ഞ ഒരു മിസൈൽ കൂടി കൂട്ടിച്ചേർത്ത്, അപ്പോൾ തൃശൂലിൻ്റെ കൂടെ മിഖ എന്ന് പറഞ്ഞ ഫ്രാൻസിൻ്റെ മിസൈൽ, ഈ 2 മിസൈൽസിൻ്റെ പ്രോപ്പർട്ടീസിനെ കൂടി ചേർത്ത് എന്താക്കി മാറ്റി? മൈത്രി മിസൈൽസ് ആക്കി മാറ്റി. നിലവിൽ ഓർത്ത് വെച്ചോണം, നിലവിൽ മൈത്രി മിസൈൽസും ഡെവലപ്പ് ചെയ്യുന്നില്ല. മൈത്രി മിസൈൽസിന് പകരം ബരക് മിസൈൽസ് ആണ് നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൈത്രി മിസൈൽസിന് പകരം നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നത് ബരക് മിസൈൽസ് ആണ്. ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ബരക് മിസൈൽസ്. അപ്പോൾ നോക്കുക, IGMDPയുടെ കീഴിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു മിസൈലായിരുന്നു തൃശൂൽ. അത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഈ തൃശൂൽ മിസൈലിനെ പിന്നീട് ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്താക്കി മാറ്റി? മൈത്രിയാക്കി മാറ്റി. ആ മൈത്രിയാക്കി മാറ്റിയതിന് ശേഷം നിലവിൽ നമുക്ക് മൈത്രി മിസൈലും ഇല്ല. ഈ മൈത്രി മിസൈൽസിന് പകരം നിലവിൽ ബരക് മിസൈൽസ് ആണ്. ബരക് മിസൈൽസ് ആരുടെ സഹായത്തോടു കൂടിയാണ്? ഇസ്രയേലും ചേർന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ബരക് മിസൈൽസ്. ഓർത്ത് വെച്ചോളൂ. അതിനുശേഷം അടുത്ത മിസൈൽ എന്ന് പറയുന്നത് ആകാശ് മിസൈൽ. IGMDP എന്ന് പറയുന്ന മിസൈൽ പ്രൊജക്റ്റിന് കീഴിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 4ാമത്തെ മിസൈലാണ് ആകാശ്. ലാസ്റ്റ് വൺ നാഗ്. ആകാശിൻ്റെ പ്രത്യേകത മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലായിരുന്നു ആകാശ് എന്ന് പറയുക. നാഗ് എന്ന് പറയുന്നത് 3rd ജനറേഷൻ ആൻറ്റി ടാങ്ക് മിസൈലാണ്. അപ്പോൾ ഈ 5 എണ്ണത്തിൻ്റെ പേര് ഓർത്തിരിക്കണം. IGMDP എന്ന് പറയുന്ന 1983 നമ്മുടെ 1983 ഡോക്ടർ APJ അബ്ദുൽ കലാം ആരംഭിച്ച മിസൈൽ പദ്ധതിയുടെ കീഴിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 5 പ്രധാനപ്പെട്ട മിസൈൽസ് ആണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. പൃഥ്വി, അഗ്നി, തൃശൂൽ, ആകാശ് ആൻഡ് നാഗ് എന്ന് പറയുന്ന 5 മിസൈലുകൾ. പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വച്ചേക്കണേ. ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പിന്നീട് നമ്മൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ബേസ് നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി ഇവിടെ നിന്ന് നമ്മൾ നോക്കുക, നെക്സ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് എൻവിയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ എൻവിയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പറയുമ്പം എൻവിയോൺമെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പദമാണ് എക്കോളജി എന്ന് പറയുന്നത്. എക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജീവി മറ്റ് ജീവികളുമായിട്ടോ ഒരു ജീവി അതിൻ്റെ ചുറ്റുപാടുകളുമായിട്ടോ ഉള്ള ഇടപെടലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കോളജി. അപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സ്വയം നിലനിൽക്കാൻ പറ്റൂല. എനിക്കെപ്പോഴും എൻ്റെ ചുറ്റുപാടുകളിലുള്ള ആളുകളുമായിട്ടോ മറ്റുള്ള ജീവികളുമായിട്ടോ അല്ലെങ്കിൽ സസ്യങ്ങളുമായിട്ടോ എൻ്റെ സറൗണ്ടിങ്സിലുള്ള മറ്റേതെങ്കിലും പദാർത്ഥങ്ങളുമായിട്ടോ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ എനിക്ക് സ്വയം നിലനിൽക്കാൻ കഴിയില്ല. എനിക്ക് നിലനിൽക്കണമെങ്കിൽ ബാക്കിയുള്ളവയെ ആശ്രയിച്ചല്ലേ നിലനിൽക്കാൻ പറ്റുക. അപ്പം ഞാൻ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി എൻ്റെ സറൗണ്ടിങ്സിനെ ആശ്രയിക്കാം, അല്ലെങ്കിൽ മറ്റു ജീവികളെ ആശ്രയിക്കാം. ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കോളജി എന്ന് പറയുക. സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസംസ് ഓർ ഓൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ജീവികൾ തമ്മിലോ ജീവികൾ അവയുടെ ചുറ്റുപാടുകളുമായിട്ടോ ഉള്ള ഇടപെടലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കോളജി എന്ന് പറയുക.
ഈ എക്കോളജി അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം എന്നാണ് മലയാളം കേട്ടോ. എക്കോളജിയുടെ മലയാളം എന്ന് പറയുന്നത് പരിസ്ഥിതി ശാസ്ത്രം എന്നാണ്. അപ്പോൾ എക്കോളജി അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറഞ്ഞ പദം ഇത് ആവിഷ്കരിച്ചത് ഏണസ്റ്റ് ഹെക്കലാണ്. ദ ടേം എക്കോളജി കോയിൻഡ് ബൈ. എക്കോളജി എന്ന് പറഞ്ഞൊരു പദം ആദ്യമായിട്ട് ആവിഷ്കരിച്ച ആളുടെ പേരെന്ന് പറയുന്നത് ഏണസ്റ്റ് ഹെക്കലാണ്. അപ്പോൾ എക്കോളജി അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം എന്ന പദം ഏണസ്റ്റ് ഹെക്കൽ ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞു. ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ലോക പരിസ്ഥിതി ദിനമായി ജൂൺ 5 ആചരിക്കപ്പെടുന്നത്. അപ്പം ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കപ്പെടുന്ന ദിവസം ഏതാണെന്ന് പറഞ്ഞേ? ജൂൺ 5 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കപ്പെടുന്നതിന് കാരണമെന്ന് പറയുന്നത് 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടി ചേർന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനമായിരുന്നു സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. ജസ്റ്റ് നമ്മൾ നോക്കാം. ദ ഡേ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1972. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഇൻ ഹ്യൂമൻ എൻവയോൺമെൻറ്റ്, which was the first major international gathering to focus on environmental issue. പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വിലയിരുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വലിയ സമ്മേളനമായിട്ടാണ് 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഉണ്ടാവുന്നത്. ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസിലാണ് നമ്മൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിക്കപ്പെടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു ചെറിയ കാര്യമെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലോക പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോസ്റ്റ് കൺട്രിയും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു തീമും ഉണ്ടാവും. ഇതിൽ കറണ്ട് അഫെയർ പാർട്ടിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ഇതിൽ കറണ്ട് അഫെയർ പാർട്ടിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പം ജസ്റ്റ് നമ്മൾ നോക്കാം. 2020 എല്ലാ വർഷങ്ങളും പറയുന്നില്ല, 72 മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷങ്ങളിലും ഇതുണ്ട്. ഹോസ്റ്റ് കൺട്രിയും തീമും ഉണ്ട്. നമ്മൾ കറണ്ട് അഫെയർ പാർട്ടിൽ ഫോക്കസ് ചെയ്യാണ്. 2020 ഇതിൻ്റെ ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് കൊളംബിയയാണ്. കൊളംബിയ ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിഥേയ രാജ്യം. അതായത് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുമ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി, നടപ്പിലാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കാൻ ഒരു രാജ്യം വേണമല്ലോ. അങ്ങനെ ഒരു രാജ്യത്തെ ഒരു വർഷത്തേക്ക് ചുമതലപ്പെടുത്തും. അങ്ങനെ ഒരു രാജ്യമായിരുന്നു കൊളംബിയ. അപ്പോൾ 2020 കൊളംബിയ ആണ് ആതിഥേയ രാജ്യമായിട്ട് വന്നത്. ആ കൊളംബിയ ആതിഥേയ രാജ്യമായിട്ട് വന്ന സമയത്ത് അതിൻ്റെ തീം എന്ന് പറയുന്നത് ടൈം ഫോർ നേച്ചർ എന്നുള്ളതാണ്. ടൈം ഫോർ നേച്ചർ. ഇനി 2021 ആതിഥേയ രാജ്യമായിട്ട് വന്നത് പാകിസ്ഥാനാണ്. 2021 ആതിഥേയ രാജ്യമായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, വർഷം, ആതിഥേയ രാജ്യം, തീം, ഇതാണ് നമ്മൾ കൊടുക്കണേ. വർഷം 2020 കൊളംബിയയാണ് ആതിഥേയ രാജ്യം. അതിൻ്റെ തീം എന്ന് പറയുന്നത് ടൈം ഫോർ നേച്ചർ. 2021 ആതിഥേയ രാജ്യം പാകിസ്ഥാനായിരുന്നു. ഈ പാകിസ്ഥാൻ ആതിഥേയ രാജ്യമായി വന്ന സമയത്ത് അതിൻ്റെ തീം എന്ന് പറയുന്നത് എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്നുള്ളതാണ്. എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ഇതാണ് 2021 പാകിസ്ഥാൻ ആതിഥേയ രാജ്യമായി വന്ന സമയത്ത് തീം എന്ന് പറയുക. 2022 ആതിഥേയ രാജ്യമെന്ന് പറയുന്നത് സ്വീഡനാണ്. സ്വീഡൻ. അപ്പോൾ 2022 ആതിഥേയ രാജ്യമെന്ന് പറയുന്നത് സ്വീഡനാണ്. തീം എന്ന് പറയുന്നത് ഓൺലി വൺ എർത്ത്. 2023 ആതിഥേയ രാജ്യമായിട്ട് വന്നത് കോട്ട് ഡി ഐവറി അല്ലെങ്കിൽ ഐവറി കോസ്റ്റ് ആണ്. ഐവറി കോസ്റ്റ്. അപ്പോൾ 2023 ആതിഥേയ രാജ്യം എന്ന് പറയുന്നത് ഐവറി കോസ്റ്റ് ആണ്. ഈ ഐവറി കോസ്റ്റ് ആതിഥേയ രാജ്യമായി വന്ന സമയത്ത് അതിൻ്റെ തീം എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഇതായിരുന്നു 2023 അതിൻ്റെ തീം. 2024 ആതിഥേയ രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചാണ് ഇത് ചേർന്നത്. അപ്പോൾ 2024 സൗദി അറേബ്യയിൽ വെച്ചിട്ട് ആതിഥേയ രാജ്യമായി ചേർന്ന സമയത്ത് തീം ഓർത്തിരിക്കണം. ഇച്ചിരി വലിയൊരു തീമാണ് 2024 വന്നിരിക്കുന്നത്. 2024 തീം എന്ന് പറയുന്നത് ലാൻഡ് റീസ്റ്റോറേഷൻ, then halting desertification.
ഹാൾട്ടിംഗ് ഡിസേർട്ടിഫിക്കേഷൻ, ലാൻഡ് റിസ്റ്റോറേഷൻ, ഹാൾട്ടിംഗ് ഡിസേർട്ടിഫിക്കേഷൻ. ആൻഡ് മൂന്നാമത്തൊരു ടേം കൂടിയുണ്ട്, ആൻഡ് ബിൽഡിംഗ് ഡ്രോട്ട് റെസിലിയൻസ്, ആൻഡ് ബിൽഡിംഗ് drought resilience. ഓക്കെ, അപ്പോൾ ലാൻഡ് റിസ്റ്റോറേഷൻ, മണ്ണ് സംരക്ഷിക്കപ്പെടുക, മരുവൽക്കരണം തടയുക, വരൾച്ച പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കി 2024 സൗദി അറേബ്യ ആസ്ഥാനമാക്കി ലോക പരിസ്ഥിതി ദിനം ആചരിക്കപ്പെട്ടു. ഇനി 2025 ആതിഥേയ രാജ്യം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയ അല്ലെങ്കിൽ സൗത്ത് കൊറിയ എന്ന് പറയാം. റിപ്പബ്ലിക് ഓഫ് കൊറിയ അല്ലെങ്കിൽ സൗത്ത് കൊറിയ. അപ്പോൾ ഈ റിപ്പബ്ലിക് ഓഫ് കൊറിയ അല്ലെങ്കിൽ സൗത്ത് കൊറിയയിൽ വെച്ച് 2025 ആതിഥേയ രാജ്യമായിട്ട് ആചരിക്കപ്പെട്ട സമയത്ത് അതിൻ്റെ തീം എന്ന് പറയുന്നത് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ 2025 സൗത്ത് കൊറിയ ആതിഥേയ രാജ്യമായി വന്ന സമയത്ത് പറഞ്ഞത് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണെങ്കിൽ 2026 ആതിഥേയ രാജ്യം എന്ന് പറയുന്നത് അസർബൈജാനാണ്. 2026 ആതിഥേയ രാജ്യം എന്ന് പറയുന്നത് അസർബൈജാനാണ്. ഈ അസർബൈജാൻ ആതിഥേയ രാജ്യമായിട്ട് വന്ന സമയത്ത് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെ അടിസ്ഥാനമാക്കിയാണ്. ക്ലൈമറ്റ് ചേഞ്ച്, പക്ഷേ തീം കൃത്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ക്ലൈമറ്റ് ചേഞ്ചിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അത് നിലവിൽ എന്താണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഓർത്തിരിക്കേണ്ടത് ക്ലൈമറ്റ് ചേഞ്ചിനെ അടിസ്ഥാനമാക്കിയായിരിക്കുമെന്നാണ് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. ഫോക്കസ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്, തീം അല്ല ക്ലൈമറ്റ് ചേഞ്ച്. ഫോക്കസ് ഏരിയ ക്ലൈമറ്റ് ചേഞ്ച് ആണ്, കാലാവസ്ഥാ വ്യതിയാനമാണ്. അപ്പോൾ അവിടെ ഓർത്തിരിക്കുക, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കപ്പെടുന്നു. ഈ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കപ്പെടുന്നതിന് കാരണം, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കപ്പെടുന്നതിന് കാരണം 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ്. അങ്ങനെ 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിനെ അടിസ്ഥാനമാക്കി എല്ലാ വർഷങ്ങളിലും ഒരു ആതിഥേയ രാജ്യവും ഒരു തീമും ഉണ്ടാവും. അതിൽ കറണ്ട് അഫെയറിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിക്കുകയാണ്. 2020 കൊളംബിയ ആതിഥേയ രാജ്യം, തീം എന്ന് പറയുന്നത് ടൈം ഫോർ നേച്ചർ. 2021 ആതിഥേയ രാജ്യം പാകിസ്ഥാനാണ്, തീം എന്ന് പറയുന്നത് എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. 2022 ആതിഥേയ രാജ്യം സ്വീഡനായിരുന്നു, തീം എന്ന് പറയുന്നത് ഓൺലി വൺ എർത്ത്. 2023 ആതിഥേയ രാജ്യം ഐവറി കോസ്റ്റും, തീം എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷനും. 2024 ആതിഥേയ രാജ്യം സൗദി അറേബ്യയാണ്, ലാൻഡ് റിസ്റ്റോറേഷൻ, ഹാൾട്ടിംഗ് ഡിസേർട്ടിഫിക്കേഷൻ ആൻഡ് ബിൽഡിംഗ് ഡ്രോട്ട് റെസിലിയൻസ് എന്ന് പറയുന്നതാണ് തീമായിട്ട് പറയുക. 2025 തീം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയ അല്ലെങ്കിൽ സൗത്ത് കൊറിയയാണ്. ആ സൗത്ത് കൊറിയ ആതിഥേയ രാജ്യമായി വന്ന സമയത്ത് അതിൻ്റെ തീം എന്ന് പറയുന്നത് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. 23 സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണെങ്കിൽ 25 എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. 26 ആതിഥേയ രാജ്യം നിർണ്ണയിക്കപ്പെട്ടത് അസർബൈജാനാണ്. ആതിഥേയ രാജ്യം അതാണെങ്കിൽ തീം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ തീമിൻ്റെ ഫോക്കസ് ഏരിയ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്ന് മാത്രമാണ് പറഞ്ഞു വച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ലോക പരിസ്ഥിതി ദിനം ക്ലിയറായി വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരുകളിലേക്ക് വരികയാണ്. യനസ് ഹെക്കൽ എക്കോളജി എന്നുള്ള പദം ആവിഷ്കരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. യനസ് ഹെക്കലാണ് എക്കോളജി എന്നുള്ള പദം ആവിഷ്കരിച്ചത്. പക്ഷേ ഫാദർ ഓഫ് എക്കോളജി എന്ന് പറയുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ഫാദർ ഓഫ് എക്കോളജി, എക്കോളജിയുടെ പിതാവ്. എക്കോളജിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിനെയാണ്. അപ്പോൾ എന്തുകൊണ്ട് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിനെ എക്കോളജിയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവികളും അവയുടെ ചുറ്റുപാടുകളുമായിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച്, ഇൻട്രാക്ഷൻസിനെ കുറിച്ച് ആദ്യമായിട്ട് പഠനങ്ങൾ നടത്തുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ്. ഒരു ജീവി ജീവിക്കുമ്പം അതിൻ്റെ ചുറ്റുപാടുകളെ ആശ്രയിച്ചാണ് ജീവിക്കുക. ഓരോ ജീവികൾക്കും അത് ജീവിക്കുന്ന ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലനങ്ങൾ ഉണ്ടാകും. ഇതിനെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് പറഞ്ഞു വെച്ചത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് എക്കോളജി എന്ന് പറയുക. ഫാദർ ഓഫ് എക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാദർ ഓഫ് എക്കോളജി അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണെങ്കിൽ, ഫാദർ ഓഫ് മോഡേൺ എക്കോളജി എന്ന് പറയുന്നത് യുജിൻ പി ഓഡം. ഇവിടെ വേണമെങ്കിൽ ഒരു പിയും കൂടി കൊടുക്കാം. ഉജിൻ ഓഡം എന്നോ യുജിൻ പി ഓഡം എന്നോ പറയാം.
ഓക്കെ, അപ്പോൾ ആധുനിക എക്കോളജിയുടെ പിതാവെന്ന് വിളിക്കുന്നത്, ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നത് യുജിൻ പി ഓടത്തെയാണ്. ഈ യുജിൻ പി ഓടത്തെ എന്തുകൊണ്ട് ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് എക്കോളജി എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഫണ്ടമെൻ്റൽസ് ഓഫ് എക്കോളജി. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽസ് ഓഫ് എക്കോളജി എന്ന് പറഞ്ഞ പുസ്തകം രചിച്ചത് ആരായിരുന്നു? ഫണ്ടമെൻ്റൽസ് ഓഫ് എക്കോളജി എന്ന് പറഞ്ഞ പുസ്തകം രചിച്ചത് ആരാന്നാ പറഞ്ഞേ? യുജിൻ പി ഓടം. ഓക്കെ, യുജിൻ പി ഓടമാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് എക്കോളജി എന്ന് പറഞ്ഞ പുസ്തകം രചിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ എക്കോളജി എന്നും പറയുക. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി എന്ന് പറയുന്നത് പ്രൊഫസർ രാംജിയോ മിശ്ര. ഇവിടെ 3 പേരുടെ പേര് ഓർത്തിരിക്കുക. എക്കോളജി എന്നുള്ള പദം ആവിഷ്കരിച്ചത് ഏണസ്റ്റ് ഹെക്കലാണ്. എക്കോളജി അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവികൾ തമ്മിലോ ജീവികൾ അവയുടെ ചുറ്റുപാടുകളുമായിട്ടോ ഉള്ള ഇടപെടലിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കോളജി. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആചരിക്കപ്പെടുന്നത്. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിലാണ് ഇത് ആചരിക്കാൻ തീരുമാനിക്കപ്പെടുന്നത്. എക്കോളജിയുടെ പിതാവ് അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്ന അലക്സാണ്ടർ ബോൺ ഹംബോൾട്ടിനെയും മോഡേൺ എക്കോളജിയുടെ പിതാവ് എന്ന് വിളിക്കുന്ന യുജിൻ പി ഓടത്തെയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ എക്കോളജിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് പ്രൊഫസർ രാംജിയോ മിശ്രയാണ്. പ്രൊഫസർ രാംജിയോ മിശ്ര, ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരെന്ന് പറയുന്നത് മദർ ഓഫ് മോഡേൺ എൻവിയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്, ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ്. മദർ ഓഫ് മോഡേൺ എൻവിയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നത് റേച്ചൽ കേഴ്സനെയാണ്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ മദർ ഓഫ് മോഡേൺ എൻവിയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റേച്ചൽ കേഴ്സനെയാണ്. അപ്പോൾ എന്തുകൊണ്ട് റേച്ചൽ കേഴ്സനെ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ റേച്ചൽ കേഴ്സൺ എന്ന് പറയുന്ന ഒരു ലേഡി, ഇവർ ആ സമയത്ത് മറൈൻ എൻവിയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറൈൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. അപ്പം മറൈൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ് നമ്മുടെ റേച്ചൽ കേഴ്സൺ. ഈ റേച്ചൽ കേഴ്സൺ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങളാണ് അണ്ടർ ദ സീ വിൻഡ്, ദ സീ അറൗണ്ട് അസ്, ദ എഡ്ജ് ഓഫ് ദി സീ. ഈ 3 പുസ്തകങ്ങൾ അവർ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച്, ഓക്കെ, സമുദ്രത്തിലുണ്ടാകുന്ന ഒരു ആവാസ വ്യവസ്ഥയും ജീവികളും അതിൻ്റെ ചുറ്റുപാടുകളും എന്നതിനെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അണ്ടർ ദ സീ വിൻഡ്, ദ സീ അറൗണ്ട് അസ്, ദ എഡ്ജ് ഓഫ് ദി സീ. പക്ഷേ ഈ 3 പുസ്തകങ്ങളെക്കാൾ കുറച്ചുകൂടി പോപ്പുലറായത്, അവർക്ക് കുറച്ചുകൂടി സ്വീകാര്യത ലഭിച്ചത് റേച്ചൽ കേഴ്സൻ്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ പുസ്തകം വന്നതോടുകൂടിയാണ്. അപ്പോൾ റേച്ചൽ കേഴ്സൻ്റെ അടുത്ത പുസ്തകം എന്ന് പറയുന്നത് സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം എന്ന് പറയും. അപ്പോൾ ഈ നിശബ്ദ വസന്തം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ റേച്ചൽ കേഴ്സൺ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്, സോ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന കീടനാശിനികളോ ഫെർട്ടിലൈസേഴ്സോ പെസ്റ്റിസൈഡ്സുകളോ ഫഞ്ചിസൈഡ്സുകളോ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം, അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ ഫഞ്ചിസൈഡ്സോ പെസ്റ്റിസൈഡ്സോ ഇവയുടെയൊക്കെ ഉപയോഗം എങ്ങനെ ആവാസ വ്യവസ്ഥയെയും ജീവികളെയും ബാധിക്കപ്പെടുന്നു. അപ്പോൾ ഈ ജീവികളെ ഓരോന്നിനെയും എങ്ങനെയാണ് ആവാസ വ്യവസ്ഥ സ്വാധീനിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇവർ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ പുസ്തകം രചിക്കുന്നത്. കാരണം പക്ഷികളുടെയൊക്കെ മരണത്തിന് കാരണമാകുന്ന ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചും മറ്റും വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ സൈലന്റ് സ്പ്രിംഗ് എഴുതുന്നത്. സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ പുസ്തകം കൊളോക്കിയലി മീൻ ചെയ്യുന്നത് ഇനിയും വസന്തമുണ്ടാകും, പക്ഷെ അത് നിശബ്ദമായിരിക്കും. ഇനിയും വസന്തകാലം വരും, പക്ഷെ വസന്തകാലം ഇനിയും ഉണ്ടെങ്കിലും ഈ വസന്തകാലം നിശബ്ദമായിരിക്കും. എന്തുകൊണ്ട് നിശബ്ദമായിരിക്കും? കിളികൾ, പക്ഷികളില്ലാത്തതുകൊണ്ട്. പക്ഷികളുടെ ശബ്ദമില്ലാതെ ഇത് നിശബ്ദമായി പോകും. കാരണം എന്താ? നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന കെമിക്കൽ രാസപദാർത്ഥങ്ങൾ, കെമിക്കലുകളുടെ ഉപയോഗം മൂലം പക്ഷികളും മറ്റും നശിച്ചു പോകുന്നത് മൂലം ഭാവിയിൽ സ്പ്രിംഗ് നിശബ്ദമായിട്ട് മാറും എന്നതായിരുന്നു റേച്ചൽ കേഴ്സൺ പ്രതിപാദിച്ചത്. ഈ റേച്ചൽ കേഴ്സൺ ഉപയോഗിച്ച ഈ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ പുസ്തകം, ആ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ പുസ്തകം വന്നതോടുകൂടി അമേരിക്കയിൽ പാരിസ്ഥിതിക പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയും ഈ സൈലന്റ് സ്പ്രിങ്ങിൻ്റെ പ്രചാരം മൂലം DDT പോലെയുള്ള രാസപദാർത്ഥങ്ങൾ അമേരിക്കയിൽ നിരോധിക്കപ്പെടുകയും ചെയ്തു. വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ല,
സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ പുസ്തകം വരികയും അതുമായിട്ട് ബന്ധപ്പെട്ട് പാരിസ്ഥിതിക സംഘടനകളും അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ പ്രക്ഷോഭങ്ങൾ ഉയർത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം സൈലന്റ് സ്പ്രിങ്ങിൻ്റെ പ്രചാരം മൂലം തന്നെയാണ് DDT നിരോധിക്കപ്പെടുന്നത്. അപ്പോൾ DDT പോലെയുള്ള രാസപദാർത്ഥങ്ങൾ ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥൈൻ, അതാണ് DDT എന്ന് പറയുക. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥൈൻ എന്ന് പറയുന്നതാണ് DDT. ഈ DDT പോലെയുള്ള രാസപദാർത്ഥങ്ങൾ അമേരിക്കയിൽ നിരോധിക്കപ്പെടുന്നത് റേച്ചൽ കേഴ്സന്റെ സൈലന്റ് സ്പ്രിങ്ങിൻ്റെ പ്രചാരം മൂലമാണ്. ഇതുകൂടാതെ US എൻവിയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്ന് പറയുന്ന സ്ഥാപനം, US എൻവിയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്ന് പറയുന്ന USEPA, എൻവിയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്ന് പറയുന്ന EPA, ഇത് രൂപീകരിക്കപ്പെടുന്നതിന് കാരണമായതും സൈലന്റ് സ്പ്രിംഗ് തന്നെയാണ്. അപ്പോൾ സൈലന്റ് സ്പ്രിങ്ങിൻ്റെ പ്രചാരം മൂലം അമേരിക്കയിൽ 2 കാര്യങ്ങളുണ്ടായി. DDT പോലെയുള്ള രാസപദാർത്ഥങ്ങൾ നിരോധിക്കപ്പെട്ടു. ദെൻ US എൻവിയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്ന് പറഞ്ഞൊരു ഏജൻസി രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ജസ്റ്റ് നോക്കുക, സൈലന്റ് സ്പ്രിംഗ്സ് സ്പ്രെഡ് എ റിവേഴ്സൽസ് ഇൻ നാഷണൽ പെസ്റ്റിസൈഡ് പോളിസി which leads to a nationwide ban on DDT and other pesticides. It also inspired a grassroots environmental movement that led to the creation of US Environmental Protection Agency. ഇതല്ലേ നമ്മൾ പറഞ്ഞു വെച്ചേ? ഇത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ നമ്മൾ റേച്ചൽ കേഴ്സനെ മദർ ഓഫ് മോഡേൺ എൻവിയോൺമെൻറ്റൽ മൂവ്മെൻ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. മദർ ഓഫ് മോഡേൺ എൻവിയോൺമെൻറ്റൽ മൂവ്മെൻ്റ് എന്ന് റേച്ചൽ കേഴ്സനെ വിശേഷിപ്പിക്കപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ഇപ്പോൾ ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ചെറിയ കാര്യത്തിലൂടെ വരികയാണ്. ഇനി അടുത്തത് ദ ടൈം എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആവാസ വ്യവസ്ഥ. അപ്പോൾ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞ പദം ആവിഷ്കരിച്ചത് ആർതർ G. ടാൻസ്ലെയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും പേര് ഓർത്തിരിക്കണം. എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നൊരു പദം ഇത് ആവിഷ്കരിച്ചത് ആർതർ G. ടാൻസ്ലെയാണ്. അപ്പോൾ എക്കോളജി എന്നുള്ള പദം ഏണസ്റ്റ് ഹെക്കലും എക്കോസിസ്റ്റം എന്ന പദം ആവിഷ്കരിച്ചത് ആർതർ G. ടാൻസ്ലെയാണ്. അപ്പോൾ എന്താണ് എക്കോസിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ടോട്ടൽ ലിവിങ് ഫാക്ടർ ആൻഡ് ടോട്ടൽ നോൺ ലിവിങ് ഫാക്ടർ ഓഫ് ദി എൻവിയോൺമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ഒരു പ്രത്യേക സ്ഥലത്ത് വസിക്കുന്ന ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാം ചേർന്നിട്ടാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുക. അപ്പോൾ ജീവനുള്ളവ മാത്രമല്ല നമ്മൾ എന്ത് പറയുന്നത്? എക്കോസിസ്റ്റം എന്ന് പറയുക. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കണം? എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാം ചേർന്ന് ഭൂമിയിലൊരു പ്രത്യേക മേഖലയിൽ കാണപ്പെടുമ്പോൾ ആ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കോസിസ്റ്റം എന്ന് പറയുക. ദ ഏരിയ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഉള്ള ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാം ചേർന്നിട്ടാണ് നമ്മളിതിനെ എക്കോസിസ്റ്റം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എക്കോസിസ്റ്റം എന്നുള്ള പദം ആവിഷ്കരിച്ചത് ആർതർ G. ടാൻസ്ലെ ആണെന്ന് പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുക, ഈ എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെയുണ്ട്. അതിനകത്ത് നമുക്ക് ഈ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ കണ്ടുവരുന്ന 1-2 കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഫാസ്റ്റായിട്ടൊന്ന് നോക്കാം. അതിൽ നമ്മൾ ആദ്യമായിട്ട് പറയുന്ന ഒന്നാണ് ആസിഡ് റെയിൻ. ഈ ആസിഡ് റെയിൻ ഉണ്ടാകുന്നതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറികളിൽ നിന്നോ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളിൽ നിന്നോ വാഹനങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന പൊല്യൂട്ടൻസ് ആയിട്ടുള്ള NO2 ആൻഡ് SO2, നൈട്രജൻ ഓക്സൈഡും സൾഫർ ഓക്സൈഡും. ഈ നൈട്രജൻ ഓക്സൈഡും സൾഫർ ഓക്സൈഡും NO2 ആൻഡ് SO2 ഈ 2 പേര് അന്തരീക്ഷത്തിലെ ജലവുമായി സമ്പർക്കത്തിൽ വന്നു എന്ന് കരുതുക. അപ്പോൾ NO2 അന്തരീക്ഷത്തിലേക്ക് ബഹിർഗമിക്കപ്പെടുന്നു, ഇവോൾവ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പുറത്തേക്ക് വരുന്ന NO2 H2Oയുമായിട്ട് ജലവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നു. അപ്പോൾ ഈ നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്ന NO2 അന്തരീക്ഷത്തിലെ ജലവുമായിട്ട് സമ്പർക്കത്തിൽ വരികയും ഈ സമ്പർക്കത്തിൽ വരുമ്പം ഇവർ 2 പേരും കൂടി ചേർന്നിട്ട് HNO3 ആയിട്ട് ഫോം ചെയ്യുകയും ചെയ്യും. ഈ HNO3 അല്ലേ നമ്മൾ നൈട്രിക് ആസിഡ് എന്ന് പറയുക, അല്ലേ? നമ്മളിത് ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. ഹൈഡ്രജൻ ഇവിടുന്ന് ഇവോൾവ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഹൈഡ്രജൻ അതിനകത്ത് ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല, ജസ്റ്റ് ആര് ഫോം ചെയ്യുന്നു എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞേക്കണേ. അപ്പോൾ ഈ നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ആരുമായിട്ട് കൂടിച്ചേർന്നു? ജലവുമായി കൂടിച്ചേർന്ന് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ HNO3 ആയിട്ട് മാറി. അതേപോലെ സൾഫർ ഓക്സൈഡ് അത് ജലവുമായിട്ട് കൂടിച്ചേരുകയും അതിനുശേഷം അത് എന്തായിട്ട് മാറും? അത്
H2SO4 ആയിട്ട് ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ സൾഫർ ഓക്സൈഡ്സ് ജലവുമായി കൂടിച്ചേർന്നിട്ട് H2SO4 അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ 2 ആസിഡ്സ് അവിടെ ഫോം ചെയ്തു, HNO3 ആൻഡ് H2SO4. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും, ഇങ്ങനെ 2 ആസിഡ്സ് അവിടെ ഫോം ചെയ്തില്ലേ? അപ്പോൾ ഈ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും എന്ന് പറയുന്ന 2 പ്രത്യേക വ്യത്യസ്തമായിട്ടുള്ള 2 ആസിഡ്സ് അവിടെ ഫോം ചെയ്തു. ഈ 2 ആസിഡ്സിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയുക. അപ്പോൾ ഓർത്ത് വെച്ചോണം, ആസിഡ് റെയിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1 നൈട്രിക് ആസിഡും 2 സൾഫ്യൂരിക് ആസിഡും. ഈ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും അതിൽ അടങ്ങിയിരിക്കുന്നു. പക്ഷേ നമ്മൾ പെയ്യുന്ന എല്ലാ മഴയിലും ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലും, കാരണം അന്തരീക്ഷത്തിൽ നൈട്രജൻ ഓക്സൈഡോ സൾഫർ ഓക്സൈഡ്സോ ഉണ്ടെങ്കിൽ അത് ആസിഡായിട്ട് മാറുന്നല്ലേ നമ്മൾ പറഞ്ഞേക്കണേ. അപ്പോൾ അന്തരീക്ഷത്തിൽ ആസിഡിൻ്റെ പ്രസൻസ് എപ്പോഴും ഉണ്ടെങ്കിലും പെയ്യുന്ന മഴയെല്ലാം ആസിഡ് റെയിൻ എന്ന് വിളിക്കാറില്ല. പെയ്യുന്ന എല്ലാ മഴയും നമ്മൾ എന്ത് വിളിക്കൂല? ആസിഡ് റെയിൻ എന്ന് വിളിക്കൂല. ഒരു മഴയെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് വിളിക്കണമെങ്കിൽ, അമ്ലമഴ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് 5.6 കുറവായിരിക്കണം. ഒരു മഴയെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് വിളിക്കണമെങ്കിൽ അല്ലെങ്കിൽ അമ്ലമഴ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് അത് 5.6 കുറവായിരിക്കണം. അപ്പോൾ ലെസ് ദാൻ 5.6 വരുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? അമ്ലമഴ എന്ന് വിളിക്കുക. ഇനി ഓർത്ത് വെച്ചോളുക, അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്നുള്ള പേര് ആവിഷ്കരിച്ചത് റോബർട്ട് ആംഗസ് സ്മിത്ത് ആണ്. അപ്പോൾ ഈ റോബർട്ട് ആംഗസ് സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്നുള്ള പദം ആവിഷ്കരിച്ചത്. അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്നുള്ള പദം ആവിഷ്കരിച്ചത് റോബർട്ട് ആംഗസ് സ്മിത്ത്. ഇനി അതിൻ്റെ pH മൂല്യം നമ്മൾ പറഞ്ഞു 5.6 കുറഞ്ഞ pH മൂല്യം വരുമ്പോഴാണ് അതിനെ എന്ത് വിളിക്കുക? ആസിഡ് റെയിൻ എന്ന് വിളിക്കുക. സോ അപ്പം മിനിമം 5.6 കുറവ് വന്നാൽ മാത്രമേ അതിനെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ദെൻ അടുത്ത് നമ്മൾ നോക്കുക, ഈ ആസിഡ് റെയിനിൽ 2 ആസിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 1 സൾഫ്യൂരിക് ആസിഡ് H2SO4, 2 നൈട്രിക് ആസിഡ് HNO3. ഈ 2 പേരുടെയും റേഷ്യോ എന്ന് പറയുന്നത് 7:3 ആണ്. ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് 3 ആലോചിച്ചാൽ മതി. HNO3 3. അപ്പം 70% സൾഫ്യൂരിക് ആസിഡും 30% നൈട്രിക് ആസിഡും വരുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ആസിഡ് റെയിൻ എന്നുള്ളതിൻ്റെ അംശബന്ധം പറയുന്നത്. 7:3 H2SO4 ആൻഡ് HNO3 റെസ്പെക്റ്റീവ്ലി. അപ്പം 3 എന്ന് പറയുന്നത് HNO3 ആണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. പറഞ്ഞേക്കുന്ന ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആസിഡ് റെയിനിനെ കുറിച്ച് ബേസിക്കലി അത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ഒരു ഷോർട്ട് പീരീഡിൽ നമ്മൾ മാക്സിമം കാര്യങ്ങളെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആസിഡ് റെയിനിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ കണ്ടുവരുന്ന ഒരു മേഖലയാണ് ആസിഡ് റെയിനൊക്കെ. ഇതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ചത് ജോസഫ് ഫോറിയർ ആണ്. ഈ ജോസഫ് ഫോറിയർ എന്ന് പറയുന്ന വ്യക്തി, ഈ ജോസഫ് ഫോറിയർ പറഞ്ഞു വെച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യനിൽ നിന്നുള്ള ചില വികിരണങ്ങൾ മൂലം അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ചൂടാവുന്നുണ്ട്. സൂര്യനിൽ നിന്ന് ചില വികിരണങ്ങൾ വരുന്നു. ഈ സൂര്യനിൽ നിന്നുള്ള വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ മൂലം അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ചൂടാവുന്നുണ്ട്, ചൂട് പിടിക്കുന്നുണ്ട്. ഇത് ജോസഫ് ഫോറിയർ ആണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അങ്ങനെ ജോസഫ് ഫോറിയർ ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗേഹ പ്രഭാവം ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ പ്രധാനമായിട്ട് പറയപ്പെടുന്ന വാതകങ്ങൾ എന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന വാതകങ്ങൾ എന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡാണ്. 2 മീഥൈൻ CH4 എന്ന് പറയും. 3 CFC. 4 പറയുന്നത് N2O. ഈ 4 പേരെയാണ് പ്രധാനമായിട്ടും മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുക. ഇതിൻ്റെ കൂടെ വാട്ടർ വേപ്പേഴ്സ് വരാറുണ്ട്, ഓസോൺ വരാറുണ്ട്. ഇവരൊക്കെ സാധാരണ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ പ്രധാനമായിട്ടും മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന ഈ 4 പേരാണ്: കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, CFC ആൻഡ് N2O. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, CFC ആൻഡ് N2O എന്ന് പറയുന്ന 4 പേരാണ് മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുക. അപ്പോൾ ഇത്തരം ഈ അതിൻ്റെ കൂടെ ജലവും വരും, ഓസോണും ഇതിൻ്റെ ഭാഗമാവാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇവരെല്ലാം ചേർന്ന് ഭൂമിക്ക് ചുറ്റുമൊരു പാളി പോലെ നിൽക്കും.
അപ്പോൾ ഇവിടെ ഭൂമി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഭൂമിക്ക് ചുറ്റും ഒരു ലെയർ പോലെ ഇവർ ഓരോരുത്തരും വന്ന് നിൽക്കും. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ഭൂമിക്ക് ചുറ്റും ഒരു പാളി പോലെ നിൽക്കുമ്പം ഇതിനുള്ളിലൂടെ വികിരണങ്ങൾ ഭൂമിയിലേക്ക് വരുമ്പം ആ വികിരണങ്ങൾ നേരെ ഭൂമിയിലേക്ക് കടന്നു വരും. ആ റേഡിയേഷൻസ് ഭൂമിയിലേക്ക് നേരിട്ട് കടന്നു വരും. അങ്ങനെ ഈ ഭൂമിയിൽ വന്ന് ഈ റേഡിയേഷൻസ് പതിക്കുകയും ഈ റേഡിയേഷൻസ് ഇവിടെ വെച്ച് റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും, പ്രതിഫലിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ ഭൂമിയിൽ തട്ടി ഈ റേഡിയേഷൻസ് റിഫ്ലക്റ്റ് ആവുമ്പം അതിൻ്റെ വേവ് ലെങ്ത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്തെ വേവ് ലെങ്ത് ആയിരിക്കില്ല തട്ടി തിരിച്ചു പോകുന്ന സമയത്തെ വേവ് ലെങ്ത്. അപ്പോൾ ഉള്ളിലേക്ക് വരുന്ന സമയത്തും തട്ടി തിരിച്ചു പോകുന്ന സമയത്തും ഈ രണ്ട് സമയത്തും ഉണ്ടാകുന്ന വേവ് ലെങ്ത്തിൽ ഡിഫറൻസ് ഉണ്ടാവും. ഈ രണ്ട് സമയത്തെയും വേവ് ലെങ്ത് തമ്മിൽ മാറുകയും ഈ വേവ് ലെങ്ത്തിൻ്റെ മാറ്റം മൂലം തിരിച്ചിറങ്ങി പോകുമ്പം ഈ റേഡിയേഷൻസ് അവിടെ ബ്ലോക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈസി ആയിട്ട് കയറിപ്പോകുന്ന ആൾക്കാർ തിരിച്ചിറങ്ങി പോകുമ്പം ഈ വാതകങ്ങളിലൂടെ കടന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റാതെ ബ്ലോക്ക് ആവും. അപ്പോൾ ഇവരിങ്ങനെ ബ്ലോക്ക് ആവുന്നത് മൂലം, ഇവർക്ക് പുറത്തേക്ക് കടന്നു പോകാൻ പറ്റാത്തത് മൂലം അവിടെ എന്തുണ്ടാവും? ഈ റേഡിയേഷൻസ് ഭൂമിയുടെ പ്രതലത്തിൽ തങ്ങി നിൽക്കും. അങ്ങനെ ഇവർ ഭൂമിയുടെ പ്രതലത്തിൽ തങ്ങി നിൽക്കുന്നത് മൂലം ഭൂമിയിലെ ചൂട് കൂടി വരുന്ന പ്രക്രിയയാണ് എന്ന് പറയുക ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന പ്രതിഭാസമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കണ്ടുപിടിച്ചയാളെന്ന് പറയുന്നത് ജോസഫ് ഫോറിയർ ആണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേനും, CFCയും, N2Oയും, H2O ആൻഡ് O3 ഇവരൊക്കെയാണ്. ഇതിൽ ഓരോരുത്തരുടെയും റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ കൂടി ഓർത്തിരിക്കുക. ഇതിലേറ്റവും കൂടുതൽ വരുന്നത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ 60% കാർബൺ ഡൈ ഓക്സൈഡാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ 60% വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഹരിതഗൃഹവാതകങ്ങളിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ആരാന്നാ പറഞ്ഞേ? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത് വരുന്നത് മീഥൈൻ ആണ്. ഈ മീഥൈൻ എന്ന് പറയുന്നത് 20% ഉണ്ടാകും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് 60%, മീഥൈൻ എന്ന് പറയുന്നത് 20%, CFC എന്ന് പറയുന്നത് 14%, N2O എന്ന് പറയുന്നത് 6% അപ്പോൾ നോക്കിക്കേ, 60 + 20 80, 80 + 14 94, 94 + 6 100. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് 60%, മീഥൈൻ 20%, CFC 14%, N2O എന്ന് പറയുന്ന 6%. ഇത് കൂടി ചേർന്നിട്ടാണ് എന്തായിട്ട് മാറുക? ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കോൺട്രിബ്യൂഷൻ പ്രധാനമായിട്ട് പറയുക. ഇവർ മാത്രമല്ല, ജലത്തിൻ്റെയും ഓസോണിൻ്റെയും അതിനകത്ത് പ്രാതിനിധ്യം ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതേപോലെ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് മാറി ചോദിക്കാവുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് മെൻഷൻഡ് ഇൻ ക്യോട്ടോ പ്രോട്ടോക്കോൾ. ക്യോട്ടോ പ്രോട്ടോക്കോളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണെന്ന് ചോദ്യം വന്നേക്കാം. ഓക്കെ, അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്നത് 1 കാർബൺ ഡൈ ഓക്സൈഡിനെ പറയാം, 2 മീഥൈൻ പറയാം, 3 N2O പറയാം. N2O എന്ന് പറഞ്ഞാൽ നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ. നമ്മൾ ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്ന ആളില്ലേ, അയാൾ തന്നെയാണ് നൈട്രസ് ഓക്സൈഡ്. ഈ നൈട്രസ് ഓക്സൈഡ് പറയാം. CFC ഇല്ല. ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ആരില്ല? CFC ഇല്ല. CFCക്ക് പകരം പറഞ്ഞിരിക്കുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബണിന് പകരം പറഞ്ഞിരിക്കുന്നത് പെർ ഫ്ലൂറോ കാർബൺ ആണ്, PFC. കഴിഞ്ഞില്ല, അടുത്ത് HFC ഉണ്ട്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ. അപ്പോൾ എന്തൊക്കെയുണ്ട്? PFC ഉണ്ട്, HFC ഉണ്ട്, പെർ ഫ്ലൂറോ കാർബൺ ഉണ്ട്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ ഉണ്ട്. കിട്ടിയായിരുന്നല്ലോ അല്ലേ? പെർ ഫ്ലൂറോ കാർബൺ ഉണ്ട്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ ഉണ്ട്. ഇനി SF6 ഉണ്ട്, സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. സോ ഈ 6 പേരെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന പേരിൽ ക്യോട്ടോ പ്രോട്ടോക്കോൾ മെൻഷൻ ചെയ്തിരിക്കുക. സോ നമുക്ക് പറയാം, ഗ്രീൻ ഹൗസ് ഗ്യാസസ് മെൻഷൻഡ് ഇൻ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് 1 കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, 2 മീഥൈൻ ആണ്, 3 N2O, 4 PFC, 5 SFC, 6 SF6. ഇത്രയും പേരാണ് ക്യോട്ടോ പ്രോട്ടോക്കോളിൽ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഫാസ്റ്റായിട്ട് കൃത്യമായിട്ട് നമ്മൾ നോക്കി വെച്ചേക്കുക.
നമ്മളിവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും മുൻകാലങ്ങളിൽ ചോദിച്ചിരിക്കുന്നതോ ചോദിക്കാൻ സാധ്യതയുള്ളവയോ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫാസ്റ്റായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് അവിടെ ഇവയിൽ നിന്ന് ഓരോന്നിലും റീസെൻ്റ്ലി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞു വച്ചിരിക്കുന്നത്. നന്നായിട്ട് കാര്യങ്ങളെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണാനൊക്കെ ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു എക്സാമിലോട്ട് നന്നായിട്ട് ക്ലിയർ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളാണുള്ളത്. ആ 5 ചോദ്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയട്ടെ. നന്നായിട്ട് കാര്യങ്ങൾ ഓരോന്നും വായിച്ച് പ്രിപ്പയർഡായിട്ട് എക്സാമിന് പോകാൻ ശ്രമിക്കുക. തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സൈലത്തിൻ്റെ ക്ലാസ്സുകൾ ഇതുവരെ കേട്ട എല്ലാവർക്കും താങ്ക് യു.